ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ശരിയാകും. ഒട്ടും വിഷമിക്കണ്ട. നമുക്കൊന്ന് കഥ കേട്ടാലോ? നല്ല കഥയാണ്, ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. വർഷം 13 കഴിഞ്ഞു ഇല്ലത്തേക്ക് പോയിട്ട്. പോവരുതെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയതാണ്. പക്ഷെ എന്തോ അവിടേക്ക് എന്നെ അടുപ്പിക്കുന്നത് പോലെ. വെറുപ്പ് മാത്രമേ ഉള്ളൂ അവിടം. ഇതിപ്പോൾ അവരുടെ ആവശ്യമായി പോയില്ലേ? കുടുംബസ്വത്ത് വിൽക്കണമെങ്കിൽ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് മകനായ എൻ്റെ സമ്മതവും ഒപ്പം വേണമല്ലോ. ഒരിക്കലും വിശ്വദത്തിൻ്റെ മകനെന്ന പരിഗണന ആരും തന്നിട്ടില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കുടുംബത്തെ എല്ലാവരും കൂടി പട്ടിയെ ചവിട്ടി പുറത്താക്കിയതുപോലെ ചവിട്ടി പുറത്താക്കിയത് അച്ഛൻ്റെ ജ്യേഷ്ഠനായ ബ്രഹ്മദത്തൻ വല്യച്ഛൻ. ആ പേര് പറയുന്നതേ അറപ്പാണ്. അയാളാണ് ഞങ്ങളെ അവിടെ നിന്നും പുറത്താക്കിയത്. അന്നും സ്വത്തിന് വേണ്ടിയായിരുന്നല്ലോ എല്ലാം ചെയ്തു കൂട്ടിയത്. എന്നിട്ടോ അവസാനം ആ അച്ഛൻ്റെ ചോരയായി ഞാൻ തന്നെ വേണ്ടി വന്നു. എല്ലാം മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. മരിച്ചു മണ്ണടിയുമ്പോൾ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് ഉടലോടെ അങ്ങോട്ട് കൊണ്ടുപോകുമോ എന്നറിയണമല്ലോ. ഞാൻ അവിടേക്ക് പോകുന്നതിന് വേറെയും ചില കണക്കുകൂട്ടലുകൾ മനസ്സിലുണ്ട്. എൻ്റെ തറവാടിനെ പറ്റി പറഞ്ഞില്ലല്ലോ. തൈക്കാട്ടുശ്ശേരി മന. പേര് കേട്ട മാന്ത്രികനായ ഗംഗാധരൻ്റെ കൊച്ചുമകനാണ് താൻ. എല്ലായിടത്തെയും പോലെ കാവും കുളവും ആരാധനാമൂർത്തിയുമൊക്കെയുള്ള ഒരു മന. അച്ഛൻ്റെ പൂർവികർ മുതൽ കൈവരിച്ച തന്ത്രമന്ത്ര സിദ്ധികൾ. പിന്നെ പഴങ്കഥകളിൽ കേട്ടിട്ടുള്ള നാഗമാണിക്യം, നാഗയക്ഷി, 5 തലയുള്ള സർപ്പം. കേട്ടുകേൾവിയേ ഉള്ളൂ. ഞാനിതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. എല്ലാവരെയും പോലെ യക്ഷിക്കഥകൾ കേട്ടാണ് ഞാനും വളർന്നത്. പാലപ്പൂ ഗന്ധമുള്ള സുന്ദരിയായ യക്ഷി, വിടർന്ന ചുണ്ടുകളുള്ള പേടമാനിൻ്റെ പോലുള്ള കണ്ണുകളും വൈരത്തിൽ കൊത്തിയെടുത്ത പോലുള്ള ശരീരവുമുള്ള യക്ഷിപ്പെണ്ണ്. ഞാനിതെല്ലാം കേട്ടിട്ടേ ഉള്ളൂ. യക്ഷിക്കഥകൾ കേട്ടതു മുതൽ അവളെ ഒന്ന് അടുത്ത് കാണണമെന്ന കൊതിയുണ്ട്. അതിനെ എവിടെ യക്ഷിയല്ലേ? ഓരോ അന്ധവിശ്വാസം കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. കുട്ടിക്കാലത്തൊന്നും താൻ അവിടെ യക്ഷിയെ പോയിട്ടൊരു പാമ്പിനെ പോലും കണ്ടിട്ടില്ല. ഓരോ കെട്ടുകഥകൾ. പക്ഷെ കുട്ടിക്കാലത്ത് അവിടെ താമസിക്കുമ്പോൾ എന്തോ ഒരു അദൃശ്യ ശക്തി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ആയില്യം നക്ഷത്രക്കാർ പാമ്പുകളെ കാണില്ലെന്ന് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. താനും ഒരു ആയില്യം നക്ഷത്രക്കാരനാണല്ലോ. ഇനി അതാവുമോ? എന്തേലും ആവട്ടെ, ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ. അതങ്ങനെ നിൽക്കട്ടെ, നമ്മളായിട്ട് പൊളിച്ചെഴുതണ്ട. ഒരു ഇരമ്പൽ ശബ്ദത്തോടെ ട്രെയിൻ ആ സ്റ്റേഷനിൽ നിന്നു. വിഷ്ണു സ്റ്റേഷൻ നോക്കി. കൂവളശ്ശേരി. സ്ഥലം എത്തിയിട്ടുണ്ട്. ഇല്ലത്തെ പഴയ കാര്യസ്ഥൻ രാവുണ്ണി നായർ സ്റ്റേഷനിൽ വരുമെന്നാണ് വിളിച്ചു പറഞ്ഞത്. പുള്ളിക്കാരനെ കണ്ടുപിടിക്കണം. ചെറുതായിട്ട് ആളുടെ മുഖം ഓർമ്മയുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ആളെ കണ്ടുപിടിക്കാൻ പറ്റും? ശ്രമിച്ചു നോക്കാം. ഇല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ച് പോവാം. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി വന്നത്. വിഷ്ണു കുഞ്ഞേ. ഞാൻ തിരിഞ്ഞു നോക്കി. രാവുണ്ണി നായരായിരുന്നു അത്. രാവുണ്ണിയേട്ടൻ എന്നെ എങ്ങനെ മനസ്സിലായി? ഒരു ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, കുഞ്ഞേ, കുഞ്ഞിനെ ഈ കയ്യിൽ എന്തോരം എടുത്തു നടന്നതാ. പിന്നെ വിശ്വൻ അദ്ദേഹത്തെ പറിച്ചു വെച്ച പോലെയല്ലേ മുഖം? ഞാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. കുഞ്ഞിപ്പോൾ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂരിൽ. നന്നായി. കുഞ്ഞു വലുതായി ഇത്രത്തോളം എത്തിയെന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. അന്ന് ഇവിടെ നിന്ന് നേരെ പോയത് അമ്മ വീട്ടിലേക്കാണല്ലേ? അതിന് മറുപടിയായി ഞാൻ മൂളുക മാത്രം ചെയ്തുള്ളൂ. ആ ഓർമ്മപ്പെടുത്തൽ എനിക്കത്ര സുഖിച്ചിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. എന്നിട്ട് അയാൾ തുടർന്നു, അന്നാ നമുക്കങ്ങോട്ട് നീങ്ങിയാലോ? പോവാം. രാവുണ്ണിയേട്ടൻ എൻ്റെ ബാഗും പെട്ടിയും എല്ലാം കാറിലെടുത്തു വെച്ച് അങ്ങനെ യാത്ര തുടർന്നു. രാവുണ്ണിയേട്ടൻ എന്തൊക്കെയോ വായിൽ തോന്നുന്നത് പറയുന്നുണ്ടായിരുന്നു. താനതൊന്നും ചെവി കൊള്ളാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. അയാൾ സംസാരം പതിയെ നിർത്തി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഞാൻ രാവുണ്ണിയേട്ടനോടായി ചോദിച്ചു, ഇല്ലത്ത് നമ്മൾ എപ്പോഴെത്തും? അതിപ്പോൾ ആരാ കുഞ്ഞ് ഇല്ലത്തോട്ട് പോകുന്നത്? നമ്മൾ നേരെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരിയില്ലേ, ശാരദ തമ്പുരാട്ടി, അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും അവിടെ തന്നെയാണ് താമസം. ഇല്ലത്താരും താമസമില്ല. നിങ്ങൾ വീട് വിട്ടു പോകുമ്പോൾ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ വലിയ തമ്പുരാന് അന്നേ വയ്യായിരുന്നല്ലോ. അദ്ദേഹം 5 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം ഇല്ലത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. പൂജാതി കർമ്മങ്ങളെല്ലാം മുടങ്ങി. നാഗദേവതയ്ക്കുള്ള വിളക്ക് പോലും വയ്ക്കാറില്ല. നാഗങ്ങളെല്ലാം ഉഗ്രകോപത്തിലാണ്. ഇല്ലത്തിൻ്റെ ഉള്ളിൽ പലരും നാഗങ്ങളെ കണ്ടു. വടക്കേലെ കുട്ടനും സുകുമാരനും രാത്രി ഇല്ലത്തിന് മുമ്പിൽ നാഗയക്ഷിയെ കണ്ടത്രേ. അവർ മാത്രമല്ല, ഇല്ലത്തുള്ളവർക്ക് വരെ പല അനുഭവങ്ങളും ഉണ്ടായി. അതോടെ ഭട്ടതിരിപ്പാടിനെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചു നോക്കി. കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചതിന് നാഗങ്ങളിൽ കോപം ഉണർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പരിഹാരക്രിയകൾ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ലത്രേ. നാഗയക്ഷി നാഗത്രയിൽ നിന്നും സ്വതന്ത്രയായിരിക്കുന്നു. അതോടെ ബ്രഹ്മദത്തൻ തമ്പുരാനും കുടുംബവും അവിടെ നിന്നും പടിയിറങ്ങി ശാരദ തമ്പുരാട്ടിയുടെ കൂടെ താമസമാക്കി. ഇല്ലത്തെ ഭൂരിഭാഗവും സ്വത്തും വിറ്റു. ഇനി ഇല്ലമിരിക്കുന്ന 15 സെന്റും അതിന് പുറകിലുള്ള 70 സെന്റ് സ്ഥലവും ബാക്കിയുള്ളൂ. അത് വിൽക്കാൻ നോക്കിയപ്പോഴാണ് ആ സ്ഥലം മുഴുവനും കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. വലിയ തമ്പുരാൻ ഇത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരിൽ എഴുതി വെച്ചത് ആരും അറിഞ്ഞിരുന്നില്ല എന്നല്ല, അതാരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനു പുറമെ 2 വർഷം മുമ്പ് ഏട്ടൻ തമ്പുരാൻ്റെ ഇടതുഭാഗം തളർന്നു. സർപ്പകോപമാണെന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്.
ഒരു പുച്ഛഭാവത്തിൽ മൂളിക്കൊണ്ട് ഞാൻ തുടർന്നു. സർപ്പദോഷവും നാഗയക്ഷിയും മണ്ണാങ്കട്ട ഇതെല്ലാം അയാളുടെ കളിയാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇല്ലം എഴുതി വാങ്ങാൻ ഒരു തരി മണ്ണി ഞാൻ കൊടുക്കില്ല. എന്നെ കൊന്നാലും ശരി. എൻ്റെ കുടുംബത്തെ ആട്ടിപ്പായിച്ച പിശാച്ചാണ് അയാൾ. എൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനൽ എരിയുകയായിരുന്നു. കുഞ്ഞെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇല്ലത്തെ സ്ഥിതി വളരെ മോശമാണ്. പഴയ പ്രൗഢിയൊക്കെ പോയി. ഇപ്പോൾ യാതൊന്നുമില്ല. ഞാൻ പണ്ട് മുതൽ ഇല്ലത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഒരുപാട് കടപ്പാടുണ്ട് അവിടുത്തെ വലിയ തമ്പുരാനോട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞിൻ്റെ ഇഷ്ടം. ഇതിനൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പോഴേക്കും ശാരദ കുഞ്ഞമ്മയുടെ വീട്ടിൽ കാർ എത്തിയിരുന്നു. ഞാൻ കാറിൽ തന്നെ ഇരുന്നു പുറത്തെ കാര്യങ്ങൾ വീക്ഷിച്ചു. ഇറങ്ങു കുഞ്ഞ്, വീടെത്തി. എനിക്ക് മനസ്സുകൊണ്ട് ഇറങ്ങാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ മനസ്സിലെ കണക്കുകൂട്ടലുകൾ തെറ്റാതിരിക്കാൻ ഇറങ്ങിയേ പറ്റൂ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. നല്ല ശക്തിയായ കാറ്റ് വീശി. അപ്പോഴാണ് വാതിൽക്കൽ ശാരദ കുഞ്ഞമ്മയെയും ശോഭന വല്യമ്മയെയും കണ്ടത്. ബാക്കി ആരെയും കണ്ടില്ല. വിഷ്ണുവിൻ്റെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി കുട്ടിയെ. ഞാനൊരു അക്ഷരം മിണ്ടാതെ അകത്തേക്ക് നടന്നു. പുറകിൽ ശോഭന വല്യമ്മയും ഉണ്ടായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഭക്ഷണം വല്ലതും കഴിച്ചു കുട്ടിയെ? വിശക്കുന്നുണ്ടാവുമല്ലേ? വേഗം കുളിച്ചു വരൂ. അതാണ് കുട്ടിയുടെ മുറി. അതിനോട് ചേർന്ന് തന്നെയാ കുളിമുറി. ഇനി കുളത്തിൽ കുളിക്കാനാണെങ്കിൽ പുറകിലെ തൊടിയിലൂടെ നേരെ അങ്ങ് പോയാൽ മതി. ഏതാ കുട്ടിക്ക് എളുപ്പമെന്ന് വെച്ചാൽ ചെയ്തോളൂ. എനിക്കങ്ങനെ എളുപ്പത്തിൽ നേടുന്ന സ്വഭാവം പണ്ടേയില്ല. അത് പറഞ്ഞത് ശോഭന വല്യമ്മയ്ക്ക് പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മുറിയിലെ ബാത്റൂമിലേക്ക് കയറി കുളിച്ചു. ഓരോ ജലകണങ്ങളും എന്നെ തഴുകി അകലുമ്പോഴും എന്നിൽ കഴിഞ്ഞ കാലങ്ങളുടെ സ്മരണകൾ മനസ്സിൽ മിന്നി മറിയുകയാണ്. എൻ്റെ ജീവിതത്തിലെ 13 വർഷം വേണ്ടി വന്നു ഇതുവരെ എത്താൻ. ചെറിയ പുച്ഛത്തോടു കൂടിയ ചിരിയോടെ ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി. പുറകിൽ നിന്നൊരു വിളി കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ശാരദ കുഞ്ഞമ്മയായിരുന്നു. വരൂ കുട്ടിയെ, ഭക്ഷണം കഴിക്കൂ, എല്ലാം തയ്യാറാണ്. ഞാൻ വേണ്ട എന്ന് മറുപടി നൽകിയെങ്കിലും ഞങ്ങളോടുള്ള നീരസം ഭക്ഷണത്തോട് കാണിക്കണ്ട എന്ന മറുപടി എന്നെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതനാക്കി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരു മൂകത അനുഭവപ്പെട്ടു. അവർക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കണമെന്നോ പറയണമെന്നോ ഒക്കെ ഉണ്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണം കഴിച്ച് കൈ കഴുകി ഉമ്മറത്തേക്ക് നടക്കാനൊരുങ്ങിയപ്പോൾ ശാരദ കുഞ്ഞമ്മ പുറകിൽ നിന്ന് വിളിച്ചു. കുട്ടിയെ, ഏട്ടനെ കാണുന്നില്ലേ? എവിടെയാണാവോ അദ്ദേഹം കിടക്കുന്നത്? ഉച്ചഭാവം കലർന്ന എൻ്റെ മറുപടി അവർക്ക് ദഹിച്ചില്ലെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ അവരോടൊപ്പം നടന്നു. അകത്തെ ഇരുൾ നിറഞ്ഞ മുറിയിലെ കട്ടിലിൽ ഒരു നിഴൽ ഞാൻ കണ്ടു. ആ കാഴ്ച കണ്ട് ഞാൻ തരിച്ചുപോയി. ശരീരമാസകലം കരിഞ്ഞുണങ്ങി ഒട്ടി ഒരു വികൃതമായ രൂപം. ശാരദ കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു, ഏട്ടാ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, നമ്മുടെ വിഷ്ണു. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശോഭന വല്യമ്മയും ശാരദ കുഞ്ഞമ്മയും ചേർന്ന് കട്ടിലിൽ പിടിച്ചിരുത്തി. എനിക്ക് ഇടിവെട്ടുകൊണ്ട പോലെയായിരുന്നു. താൻ ഇത്രയും നാളും മനസ്സിൽ വെറുത്തിരുന്ന ആ മുഖം ഇന്ന് തൻ്റെ മുമ്പിൽ ഒരു ജീവച്ചവം പോലെ ഒന്ന് സംസാരിക്കാൻ പോലും ആവാതെ ഇരിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ചെറുതായി കണങ്ങളായി ഭൂമിയിലേക്ക് പതിച്ചു. ആ കണ്ണുകൾ എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇത്ര നാളത്തെ വെറുപ്പും പ്രതികാരവും ആ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതെയായ പോലെ എനിക്ക് തോന്നി. വല്യച്ഛൻ എന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ശോഭന വല്യമ്മ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ സംസാരിച്ചോളാം, അങ്ങ് കടന്നോളൂ. അദ്ദേഹത്തെ അവർ പിടിച്ചു കിടത്തി. ഞങ്ങൾ മുറിക്ക് പുറത്തേക്ക് കടന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ശാരദ കുഞ്ഞമ്മ തുടങ്ങി. കുട്ടിയെ, എന്തിനാ കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് അറിയാമല്ലോ. ഇല്ലത്തെ സ്ഥിതി വളരെ മോശമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. മക്കളുമില്ല. ഇങ്ങനെ ഏട്ടനോടൊപ്പം കഴിയുകയാണ് ഞങ്ങൾ. ഇപ്പോൾ താമസിക്കുന്ന വീടടക്കം ബാഗിൻ്റെ കൈകളിലാണ്. ഏട്ടനെ ചികിത്സിക്കാൻ ഇനി പണമില്ല കുട്ടി. കണ്ടതല്ലേ ആ രൂപം? പഴയ പ്രതാപവും തലയെടുപ്പും ഒന്നുമില്ല ഇപ്പോൾ. എല്ലാം പോയി. ഇല്ലമിരിക്കുന്ന 15 സെന്റ് സ്ഥലവും അതിനു പുറകിലുള്ള 70 സെന്റ് സ്ഥലവും മാത്രമുള്ളൂ. അതാണെങ്കിൽ കുഞ്ഞമ്മ അവിടം വരെ പറഞ്ഞു മുറിച്ചു നിർത്തി. ഇല്ല, ഒരു തരി മണ്ണ് ആ അകത്ത് ജീവച്ചവം പോലെ കിടക്കുന്ന മനുഷ്യനെ ഞാൻ കൊടുക്കില്ല. പണ്ടെൻ്റെ അച്ഛൻ ഇല്ലത്തെ ദാസിപ്പെണ്ണിനെ കയറി പിടിച്ചെന്ന് കള്ളത്തരം പറഞ്ഞ് നിങ്ങളെല്ലാവരും ചേർന്ന് പുറത്താക്കിയില്ലേ ഈ സ്വത്തുക്കൾക്ക് വേണ്ടി? എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന മണ്ണാ അത്. ഞാൻ കളിച്ചു വളർന്ന മണ്ണ്. കൊടുക്കില്ല, ഒരു തരി കൊടുക്കില്ല. എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞ് കത്തയച്ചപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ദൈവം എൻ്റെ കൂടെയാ. എൻ്റെ 13 വർഷം. കരച്ചിലും ചിരിയും ഒരുമിച്ച് തോന്നിയ നിമിഷം കലങ്ങിയ കണ്ണുകളുമായി അവരെ ഞാൻ നോക്കി. അവർ ദയനീയ അവസ്ഥയിൽ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ മുഖം തിരിച്ച് പുറത്തേക്ക് നടന്നു. പുറത്ത് രാവണ്യേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അയാൾ എൻ്റെ അരികിലേക്ക് ഓടി വന്നു. എങ്ങോട്ടാ കുഞ്ഞെ ഇത്ര ധൃതിയിൽ? ഞാൻ മറുപടി പറയാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അയാൾ നേരെ ശാരദ കുഞ്ഞമ്മയുടെയും ശോഭന വല്യമ്മയുടെയും അടുത്തേക്ക് നടന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ തൊടിയിലൂടെ കുളത്തിലേക്ക് നടന്നു. കുളത്തിൻ്റെ കരയിൽ ജലാശയത്തിൻ്റെ ഓളപ്പരപ്പ് നോക്കിയിരുന്നു. പെട്ടെന്നാണ് രാവണ്യേട്ടൻ പുറകിൽ നിന്ന് തട്ടിയത്. ഞാനൊരു നടുക്കത്തോടെ തിരിഞ്ഞു നോക്കി. കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. തെറ്റാണ് അവർ എന്ന് ചെയ്തത്. എനിക്കിതിൽ കയറി പറയേണ്ട ആവശ്യമില്ല. എന്നാലും കുഞ്ഞിനെ ഈ കൈകളിൽ കുറെ എടുത്ത് നടന്നിട്ടുള്ളതാ.
ആ സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണെന്ന് കൂട്ടിക്കോ. കുഞ്ഞെ, അവർക്കത് കൊടുത്തൂടെ? തൽക്ഷണം ഞാൻ മറുപടി നൽകി. നടക്കില്ല രാവുണ്ണിയേട്ടാ. എൻ്റെ അച്ഛനും ഞാനും ജനിച്ച തറവാട് കൊടുക്കേ. അതൊരിക്കലും സാധ്യമല്ല. ആ തറവാട് അന്യരുടെ കയ്യിൽപ്പെട്ട് പോകരുതെന്ന് ഏതോ അദൃശ്യ ശക്തിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞതു മുതൽ ഇല്ലം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അച്ഛൻ്റെ അസ്ഥിത്തറയിൽ വെച്ച് വാക്ക് കൊടുത്ത് വണ്ടി കയറിയതാണ് ഞാൻ. അതിനുവേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഞാൻ ആ വാക്ക് തെറ്റിച്ചാൽ എൻ്റെ അച്ഛനോട് മകനായ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റായി മാറും. കുഞ്ഞെ, എല്ലാം ശരിയായിരിക്കാം. അന്ന് ഏട്ടൻ തമ്പുരാൻ ചെയ്തതിനുള്ള എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചുകൊണ്ട് മരിക്കുകയാണ് അദ്ദേഹം. ഇതിലും വലിയ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടാനുണ്ടോ കുഞ്ഞെ? ഒന്ന് ആലോചിച്ചു പറ. ചിലയിടങ്ങളിൽ ഒന്ന് തോറ്റുകൊടുക്കുന്നത് കൊണ്ട് നല്ലതേ വരൂ. അതൊരു തോൽവിയല്ല, കുഞ്ഞിൻ്റെ മനസാക്ഷിക്ക് മുമ്പിലുള്ള ജയമാണ്. പിന്നെ ഇത് കൊടുത്തതുകൊണ്ട് ഒരിക്കലും വിശ്വൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുഞ്ഞിനെ ശപിക്കില്ല. എനിക്കറിയാം അദ്ദേഹത്തെ. പണ്ട് കുഞ്ഞിൻ്റെ അച്ഛനോട് ഇവിടെയുള്ളവർ പെരുമാറിയതൊക്കെ എനിക്കറിയാം. അന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാം മിണ്ടാതെ കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഓർത്തു, ശരിയാണ്, ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് അയാൾക്ക് കിട്ടാനുള്ളത്? ഞാൻ സൗമ്യമായി രാവുണ്ണിയേട്ടനോട് പറഞ്ഞു. ഇല്ലവും ഇല്ലമിരിക്കുന്ന സ്ഥലവും എനിക്ക് വേണം. ബാക്കി അവരെടുത്തോട്ടെ. ഇല്ല, ഞാൻ ആർക്കും കൊടുക്കില്ല. അതെനിക്ക് പറ്റില്ല രാവുണ്ണിയേട്ടാ. ഇനിയെല്ലാം കുഞ്ഞിൻ്റെ ഇഷ്ടം. ഞാനിത് അവരോട് പറയട്ടെ. അവർക്കിതൊരു ആശ്വാസമാകും. രജിസ്ട്രാറെ ഇന്ന് തന്നെ വരുത്താമല്ലേ കുഞ്ഞെ? കുഞ്ഞിന് വേഗം പോവേണ്ടതല്ലേ? അതും പറഞ്ഞയാൾ എൻ്റെ അടുത്ത് നിന്നും നടന്നകന്നു. കുറച്ചു സമയത്തിനകം രാവുണ്ണിയേട്ടൻ തിരികെ വന്നു. അവിടെ എല്ലാവർക്കും സന്തോഷമായി. ഏട്ടൻ തമ്പുരാൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതുപോലും നടക്കുമെന്ന് കരുതിയില്ലല്ലോ. പിന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രാർ ഇന്ന് സ്ഥലത്തില്ല, നാളെ ചെയ്യാമെന്നാ പറയണേ. അല്ല രാവുണ്ണിയേട്ടാ, ആരാ സ്ഥലം മേടിക്കുന്നത്? അതേ കുഞ്ഞെ, നമ്മുടെ തെക്കേല് ദിവാകരൻ്റെ മോനില്ലേ? കുഞ്ഞിനറിയാമായിരിക്കും. ഇല്ലത്തിനടുത്തുള്ളവരാ, ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും. അവനിപ്പോൾ ദുബായിലേക്കാ. അവനാ വാങ്ങണേന്ന് പറയണേ. ചെറുതായി ഓർമ്മയുണ്ട് അവരേക്ക്. അല്ല, അവർക്ക് യക്ഷിപ്പറമ്പ് എന്തിനാ? അതറിയില്ല. അവർക്ക് ഈ യക്ഷിയിലൊന്നും വിശ്വാസമില്ലെന്നാ പറയണേ. പിന്നെ ഏട്ടൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഈടെന്തെങ്കിലും തന്നാൽ പൈസ തരാമെന്ന് ദിവാകരൻ പറഞ്ഞു. പണ്ട് ദിവാകരൻ്റെ അച്ഛനൊക്കെ ഇല്ലത്തെ പുറംപണിക്ക് നിന്നിട്ടുള്ളതാ. ഇപ്പോൾ ഇവിടുത്തെ അടുപ്പ് പുകയണയിൽ അവരൊക്കെ വിചാരിക്കണം. അതുപോട്ടെ, കുഞ്ഞുവാ, ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാം, എന്നിട്ട് നാളെ രജിസ്റ്റർ ചെയ്തിട്ട് പോവാം. എന്താ, സമ്മതമല്ലേ? പകുതി സമ്മതം. ഇന്നിവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഈ വീട്ടിലല്ല, എൻ്റെ ഇല്ലത്ത്, ഞാൻ ജനിച്ച എൻ്റെ തറവാട്ടിൽ. ഇന്നൊരു നാൾ എനിക്ക് അവിടെ നിൽക്കണം. ഒരു ഞെട്ടലോടെ രാവണ്യേട്ടൻ എന്നെ നോക്കി. കുഞ്ഞ്, അത് വേണോ? അവിടെ മാകെ പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും. പിന്നെ നാഗയക്ഷി. എൻ്റെ രാവണ്യേട്ടാ, നിങ്ങളിപ്പോഴും അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇനി യക്ഷിയെ കാണാനാണെങ്കിൽ അങ്ങനെ യക്ഷിയെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ. ഞാനൊന്ന് ചിരിച്ചു. അത് വേണ്ട കുഞ്ഞെ. കുഞ്ഞിന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇല്ലത്തേക്ക് ഇപ്പോൾ പോയി കണ്ടിട്ട് വരാം. രാവണ്യേട്ടാ, ഇന്ന് ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. ഞാനതും പറഞ്ഞ് ശാരദ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ടായത് ഞാൻ കണ്ടു. അവർക്കെന്നോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. അവരുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഞാൻ അതിനൊന്നും വില കൊടുക്കാതെ അകത്തേക്ക് നടന്ന് റൂമിൽ കയറി ബാഗിൽ വൈകുന്നേരത്തേക്കുള്ള മാറാനുള്ള ഡ്രസ്സ് എടുത്ത് റൂമിൻ്റെ വെളിയിലേക്ക് വന്നു. ഉമ്മറത്ത് തന്നെ ശാരദ കുഞ്ഞമ്മയും ശോഭനവല്യമ്മയും രാവണ്യേട്ടനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് എത്തി ചോദിച്ചു, ഇല്ലത്തെ താക്കോൽ എവിടെയാ? എനിക്ക് തരൂ. ശോഭനവല്യമ്മ മറുപടി പറഞ്ഞു, താക്കോൽ രാവണ്ണി നായരുടെ കയ്യിലുണ്ട്. പക്ഷെ അതല്ല, അവിടെ കുട്ടി നീ എങ്ങനെ? ഞങ്ങൾ കണ്ട കാഴ്ചകൾ. ഇത് പറഞ്ഞപ്പോൾ വല്യമ്മയുടെ സംസാരത്തിൽ ഒരു വിറയൽ ഞാൻ ശ്രദ്ധിച്ചു. നാളെ രാവിലെ ഞാൻ വരും. രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് പോവും. പിന്നെ ഒരു നാൾ ഇവിടേക്ക് തിരിച്ചു വരും, എൻ്റെ അമ്മയെയും കൊണ്ട്. നിങ്ങൾ ചവിട്ടി പുറത്താക്കിയ ആ ഇല്ലത്ത് താമസിക്കാൻ. അത് പറഞ്ഞ് ഞാൻ നടന്നകന്നു. ഞാൻ രാവണ്യേട്ടനോട് ഇല്ലത്തേക്കുള്ള വഴി ചോദിച്ചു. ഞാനും കൂടെ വരാം കുഞ്ഞേ. ഇല്ലത്ത് നിന്ന് മാറി ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻ്റെ വീടാണ്. കുഞ്ഞിന് ഓർമ്മയുണ്ടോ? ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. ഇനി എത്ര ദൂരമുണ്ട് ഇവിടെ നിന്നും? ഒരു 2 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. എന്താ കുഞ്ഞേ? ഒന്നുമില്ല. രാവണ്യേട്ടന് ഒരു മകനും മകളും ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മകൻ ലോറി ഡ്രൈവറാണ്. മകൾ പഠിക്കുന്നു ഡിഗ്രിക്ക്. പിന്നെ ഭാര്യ 3 കൊല്ലമായി മരിച്ചിട്ട്. അല്ല കുഞ്ഞെ, കുഞ്ഞിനിവിടെ തന്നെ നിൽക്കണോ? ഇല്ലം കണ്ടിട്ട് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ? ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? അതൊക്കെ ആര് പാകം ചെയ്യാനാ? നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങാം. എന്താ കുഞ്ഞ്, അങ്ങനെ പോരെ? രാവണ്യേട്ടൻ്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ലാലേ. വഴിയിൽ റോഡരികിൽ ഒരു കട കണ്ടു. ഞാൻ രാവണ്യേട്ടനോട് വഴിയിൽ നിൽക്കാൻ പറഞ്ഞ് കടയുടെ ഉള്ളിലേക്ക് കയറി ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഇറങ്ങി. എന്നെ കണ്ടപ്പോഴേക്കും രാവണ്യേട്ടൻ ഓടി അരികിൽ വന്നു. കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങി പിടിച്ചു. ഞാൻ തന്നെ പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ടും രാവണ്യേട്ടൻ സമ്മതിച്ചില്ല. അല്ല കുഞ്ഞെ, അവിടെ പാചകം ചെയ്യാൻ പോവാണോ? എൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചാൽ പോരെ? ഇതിപ്പോൾ കുഞ്ഞു ഒറ്റയ്ക്കല്ലോ, കൂടെ യക്ഷിയില്ലേ രാവണ്യേട്ടാ? അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു. എൻ്റെ രാവണ്യേട്ടാ, ബാംഗ്ലൂർ ഇതൊക്കെ ഒറ്റയ്ക്കാണ് ഞാൻ പാചകം ചെയ്യണേ.
അവൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യാൻ പണ്ട് ഇവിടെയുള്ളവരെല്ലാവരും കൂടി പഠിപ്പിച്ചതല്ലേ? അത് കേട്ട് രാവുണ്ണിയേട്ടൻ കുറച്ചു നേരം മൗനമായി നടന്നു. ശേഷം എന്നോട് ചോദിച്ചു, എന്നാൽ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാം, അതുപോലെ? എൻ്റെ പൊന്നു രാവുണ്ണിയേട്ടാ, നിങ്ങളിപ്പോൾ തന്നെ പേടിച്ച് നിൽപ്പാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. യക്ഷി എന്നെ കൊണ്ടുപോവാണെങ്കിൽ പോവട്ടെ, അവൾ സുന്ദരിയായിരിക്കും അല്ലേ രാവുണ്ണിയേട്ടാ? അത് പറഞ്ഞ് ഞാൻ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇല്ലത്തെത്തി. ആകെ കാടി പിടിച്ചു കിടക്കുന്നു, ചപ്പും ചവറും. എന്താ ഈ കാണുന്നത്? ഇത് ജനിച്ചു വളർന്ന എൻ്റെ ഇല്ലം തന്നെയാണോ രാവുണ്ണിയേട്ടാ? രാവുണ്ണി നായർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അയാൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. നല്ല മുറുക്കം. വാതിൽ തുറക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. ഞാനും രാവുണ്ണിയേട്ടനും കൂടി വാതിൽ തള്ളി തുറന്നു. നിറയെ പൊടി പിടിച്ച് മാറാലയും ഒക്കെയായി കിടക്കുന്നു. രാവുണ്ണിയേട്ടാ, ഇത് കുറച്ച് പണിയുണ്ടല്ലോ. വാ, നമുക്കൊരു കൈ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് രാവുണ്ണി നായർ ഉറക്കി അയ്യോ എന്നലറി. ഞാൻ വേഗം അടുത്തേക്ക് ചെന്നു. നാഗം, അവിടെ നാഗത്തിനെ കണ്ടു. ഞാൻ അവിടേക്ക് നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു. എവിടെ നാഗം? രാവുണ്ണിയേട്ടന് എന്തു പറ്റി? അല്ല കുഞ്ഞെ, അവിടെ നാഗത്തിനെ കണ്ട പോലെ തോന്നി. ആ, അങ്ങനെ വരട്ടെ, കണ്ട പോലെ തോന്നി. അപ്പോൾ തോന്നിയതാണ്. അല്ല കുഞ്ഞെ, ശരിക്കും കണ്ടു. രാവുണ്ണിയേട്ടൻ ഇനി ഒന്നും പറയണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിക്കോളാം. രാവുണ്ണിയേട്ടൻ ഇനി നാളെ കാലത്ത് വന്നാൽ മതി. നമുക്ക് ഒരുമിച്ച് രജിസ്ട്രേഷന് പോകാം. എന്തേ? അല്ല കുഞ്ഞെ, ഞാനിവിടെ നിൽക്കാം. കുഞ്ഞിൻ്റെ കൂടെ ഭക്ഷണം പാകം ചെയ്യണ്ടേ? ഇനി കുറേ വൃത്തിയാക്കാനില്ലേ? അതൊന്നും സാരമില്ല രാവുണ്ണിയേട്ടാ. രാവുണ്ണിയേട്ടൻ പൊയ്ക്കോളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. രാവുണ്ണിയേട്ടൻ പൊയ്ക്കോളൂ. അല്ല കുഞ്ഞ്, ഭക്ഷണമെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട രാവുണ്ണിയേട്ടാ, രാവുണ്ണിയേട്ടൻ പൊയ്ക്കോളൂ. രാവുണ്ണിയേട്ടൻ അവിടെ നിന്ന് നടന്നകന്നു. ഞാൻ എനിക്ക് കിടക്കാനുള്ള മുറിയും ഹാളും പിന്നെ അടുക്കളയും വൃത്തിയാക്കി. അപ്പോൾ തന്നെ സമയം കുറേ പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 9 മണിയോട് അടുത്തിരിക്കുന്നു. ഞാൻ ഡ്രസ്സെടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. പുറത്തെ കിണറിൽ നിന്നും വെള്ളം കോരി കുളിമുറിയിൽ കൊണ്ടുവന്ന് നല്ലൊരു കുളി പാസാക്കി. എൻ്റെ ഇല്ലത്ത് ഞാൻ വീണ്ടും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ നിമിഷങ്ങൾ. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി തോന്നി. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി അടുക്കളയിലേക്ക് നടന്നു. പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ വന്നത്. സെറ്റ് മുണ്ടെടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് മുട്ടോളം വീണ് കിടക്കുന്ന മുടി. മാൻപേടയ്ക്ക് സമം. അവളുടെ ആ ചിരിയിൽ ഞാൻ അലിഞ്ഞില്ലാതാവുന്നത് പോലെ തോന്നി. എല്ലാം കൊണ്ടും സ്ത്രീത്വം വിളങ്ങുന്ന മുഖകാന്തി. ആരെയും മയക്കുന്ന അപ്സരസാണിവൾ. ബാംഗ്ലൂരിൽ കുറേ മോഡേൺ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സൗന്ദര്യമുള്ള നാട്ടിൻപുറത്തുകാരിയെ കണ്ടിട്ടില്ല. ആരാണിവൾ? ആ ചോദ്യം മനസ്സിൽ വന്നു. ഞാൻ ചോദിച്ചു, നീ ഏതാ പെണ്ണേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഈ ഭക്ഷണം കൊണ്ടുവരാൻ വന്നതാ. ഓ, രാവുണ്ണിയേട്ടൻ്റെ മകളല്ലേ? ഞാൻ അയാളോട് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞതാണല്ലോ. ഈ രാവുണ്ണിയേട്ടൻ്റെ ഒരു കാര്യം. അവിടെ എവിടെയെങ്കിലും വച്ചോളൂ, ഞാൻ കഴിച്ചോളാം. അല്ല, നിന്റെ പേരെന്താ? ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. സാവിത്രി? ആ, യെസ്, കിട്ടി. സാവിത്രി എന്നല്ലേ പേര്? നീ അങ്ങ് വളർന്നു പോയല്ലോ. പഠിക്കാൻ പോവുകയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ, ഇനി കുട്ടി പോയിക്കോളൂ. നേരം ഇപ്പോഴേ നന്നായി ഇരുട്ടി. വിഷ്ണു തമ്പുരാനെ, അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പുറത്ത് എവിടേക്കോ പോയിരിക്കുകയാണ്. വേഗം വരും, എന്നിട്ട് ഒരുമിച്ച് പോകാമെന്നാ പറഞ്ഞേ. ഏയ്, അതൊന്നും വേണ്ട കുട്ടി, പൊക്കോളൂ. രാവുണ്ണിയേട്ടൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല വിഷ്ണു തമ്പുരാനെ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് കണക്കിന് കിട്ടും. കാണുന്നത് പോലെയല്ല, ദേഷ്യക്കാരനാ. പിന്നെ കുറച്ച് സമയമല്ലേ, അതിങ്ങനെ പോട്ടെ. ശരി കുട്ടി, ഇവിടെ നിന്നോളൂ. പിന്നെ ഈ തമ്പുരാൻ വിളി വേണ്ട, പേര് വിളിച്ചാൽ മതി. ചെറുപ്പത്തിൽ എന്നെ കണ്ട ഓർമ്മയുണ്ടോ സാവിത്രിക്കുട്ടിക്ക്? അവൾ മൂളി. അന്ന് സാവിത്രിക്കുട്ടി ചെറുതാ. അന്ന് ഇല്ലത്തേക്ക് രാവുണ്ണിയേട്ടൻ്റെ കയ്യും പിടിച്ച് ചിരിച്ചുകൊണ്ട് വരുന്ന സാവിത്രിക്കുട്ടിയുടെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ നീ വളർന്നു വലുതായി സുന്ദരി പെണ്ണായി. നീ ഇത്രയ്ക്ക് സുന്ദരിയാവുമെന്ന് ഞാൻ കരുതിയില്ല. അതും പറഞ്ഞ് ഞാൻ ചിരിച്ചു. കളിയാക്കണ്ട വിഷ്ണു തമ്പുരാനെ. ആയില്യ നക്ഷത്രത്തിൽ ചന്ദ്രഗ്രഹണ നേരത്ത് മനുഷ്യന്റെ ഗണവും ദേവഗണവും ചേർന്ന ഗന്ധർവ ജനനം. ഏത് യക്ഷി പോലും പ്രണയിച്ചു പോകും. ഒരു ചെറുചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി. ആ, ജ്യോതിഷവും പഠിച്ചിട്ടുണ്ടോ? ആള് കൊള്ളാലോ. എൻ്റെ നാളും വിവരങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ തമ്പുരാനെന്ന് വിളിക്കണ്ടെന്ന്. എനിക്ക് തമ്പുരാൻ വിളി ഇഷ്ടമല്ല. കുട്ടി എന്നെ വിഷ്ണു എന്ന് വിളിച്ചാൽ മതി. അവൾ ചെറുപുഞ്ചിരിയോടെ എന്നെ നോക്കി. നിന്റെ കല്യാണമൊന്നും ആയില്ല കുട്ടിയെ? ഇല്ല, നോക്കുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, നല്ല പാലപ്പൂവിൻ്റെ ഗന്ധം അവിടെ മൊത്തം പരക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഗന്ധം എന്താ ഇപ്പോൾ മനസ്സിലെന്ന് ആലോചിച്ചു. ഇനി ഇവള് യക്ഷിയെങ്ങാനാണോ? ഏയ്, ഈ 21-ാം നൂറ്റാണ്ടിലോ? മനസ്സിലങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ എന്നോട് അത് പറഞ്ഞത്. ഞാൻ യക്ഷിയാണെന്ന് തോന്നുന്നുണ്ടോ? ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി. ഞാൻ മനസ്സിലാലോചിച്ച കാര്യം ഇവൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇതൊന്നും പുറത്തു കാണിക്കാതെ അവളോട് പറഞ്ഞു, ഇല്ലല്ലോ. അല്ല, നിനക്ക് ഈ യക്ഷിക്കഥയും നാഗക്കഥയിലും ഒന്നും വിശ്വാസമില്ലേ? ഉണ്ട് വിഷ്ണു, പക്ഷെ ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടുത്തെ യക്ഷി ആരെയും ഉപദ്രവിച്ചതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. യക്ഷിയെ കാണുമ്പോഴേക്കും എല്ലാവരും മലറി ഓടും. അതാണ് വാസ്തവം.
ഉപദ്രവിക്കാത്ത ഒരാളെ ഭയക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. അപ്പോൾ യക്ഷി ശരിക്കും ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഞാൻ ചെറിയ സംശയഭാവത്തോട് ചോദിച്ചു. ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഓരോരുത്തർ പറയുന്നതാ. സംസാരത്തിൻ്റെ ഇടയിലും ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു. എന്തൊരു ഭംഗിയുള്ള കണ്ണുകൾ! എന്തൊരു സുന്ദരിയാണിവൾ! ആരെയും മയക്കുന്ന കാമിനി തന്നെ. എന്തോ ഒന്ന് അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. വിഷ്ണു ഏതു ലോകത്താ? ഹലോ, ഇവിടെ. അപ്പോഴാണ് ഞാൻ പരിസരബോധം വീണ്ടെടുത്തത്. നീ ഒരു സുന്ദരി തന്നെ. നിന്നെപ്പോലെ അഴകുള്ളവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ പുഞ്ചിരിച്ചു. വാ, ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ ചോറിൻ്റെ ചൂടാറും. ഞാൻ എഴുന്നേറ്റ് ടേബിളിലേക്ക് ഇരുന്നു. അവൾ ഭക്ഷണം വിളമ്പി തന്നു. ഞാൻ കഴിച്ചു. എന്തൊരു സ്വാദ്! ഇത്ര രുചിയുള്ള ഭക്ഷണം ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇത് നീ ഉണ്ടാക്കിയതാണോ? അതേ. ചെറുപുഞ്ചിരിയോടെ അവൾ മറുപടി നൽകി. ഭക്ഷണം കഴിച്ച് ഞാൻ അവളോട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം. എന്നിട്ട് വന്ന് കിടക്കണം. നല്ല ഉറക്കം വരുന്നുണ്ട്. വിഷ്ണു കിടന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. അച്ഛൻ വന്നാൽ അപ്പോൾ പോയിക്കോളാം. ഉറങ്ങിക്കോളൂ. ഞാൻ കിടന്നു. അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു എൻ്റെ ശ്രദ്ധ അപ്പോഴും. അവളോട് എനിക്ക് പ്രണയമാണോ? ആയിരിക്കാമെന്നല്ല, അതെ, പ്രണയം തന്നെ. ഇന്നു തന്നെ അവളോടത് തുറന്നു പറഞ്ഞാലോ? വേണ്ട, നാളെ കാലത്ത് പറയാം. മനസ്സിൽ അവളോടുള്ള അടങ്ങാത്ത മോഹവുമായി ഞാൻ കണ്ണുകൾ അടച്ചു. നേരം വെളുത്ത് കണ്ണു തുറന്നപ്പോൾ അവളെ അവിടെയൊന്നും കാണാനില്ല. എപ്പോഴാണോ അവൾ പോയത്? പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിട്ടുണ്ടല്ലോ. പിന്നെ അവളെങ്ങനെ പുറത്തുപോയി? എൻ്റെ മനസ്സിൽ സംശയം നിലനിന്നു. വാതിൽ തുറന്ന് സൂര്യനെ നമസ്കരിച്ച് നിൽക്കുമ്പോഴാണ് രാവുണ്ണിയേട്ടൻ വരുന്നത് കണ്ടത്. കുഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ, നല്ല ആളാണ്. ഇന്നലെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് മകളുടെ കയ്യിൽ കൊടുത്തു വിട്ടല്ലേ? എന്തായാലും ഭക്ഷണം നന്നായിരുന്നു. നല്ല കൈപുണ്യമുണ്ട് കുട്ടിക്ക്. ഇന്നലെ എപ്പോഴാ വന്ന് അവളെ കൊണ്ടുപോയത്? രാവുണ്ണിയേട്ടനെ പോലെയല്ല കുട്ടി, നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാ. ഞാൻ ഉറക്കെ ചിരിച്ചു. ഇതെല്ലാം കേട്ട് രാവുണ്ണിയേട്ടൻ മിഴിച്ചു നിൽക്കുകയാണ്. എന്താ രാവുണ്ണിയേട്ടൻ മിണ്ടാതെ നിൽക്കുന്നത്? വിറയ്ക്കുന്ന വാക്കുകളോടെ അയാൾ പറഞ്ഞു, അതിന് ഇന്നലെ എൻ്റെ മകൾ ഇവിടേക്ക് ഭക്ഷണവുമായി വന്നില്ലല്ലോ. അവൾ എന്നോടൊപ്പം വീട്ടിലുണ്ടായിരുന്നു. കുഞ്ഞ് വരണ്ടാന്ന് പറഞ്ഞ കാരണം വന്നില്ല. രാവുണ്ണിയേട്ടൻ്റെ മറുപടി കേട്ട് ഞാൻ തരിച്ചു നിന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടത് ആരെയായിരുന്നു? മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ഞാനൊരു കൽപ്രതിമ പോലെ അവിടെ തന്നെ നിന്നു. രാവുണ്ണിയേട്ടൻ എന്തായി പറയുന്നത്? അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടത്? കുഞ്ഞ് ആരെ കണ്ടു എന്നാ പറയുന്നത്? രാവുണ്ണിയേട്ടൻ്റെ മുഖത്തെ പരിഭ്രമം ഞാൻ ശ്രദ്ധിച്ചു. ഇന്നലെ രാവുണ്ണിയേട്ടൻ്റെ മകളാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു. എന്നിട്ട് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരുന്നു. കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് അവൾ തന്നെ, യക്ഷി. ഞാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് വിശ്വസിച്ചില്ല. ഇപ്പം എങ്ങനെയുണ്ട്? രാവുണ്ണിയേട്ടന് മറുപടി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഇല്ലത്തെ വാതിലുകൾ പൂട്ടി തന്നെയായിരുന്നു കിടന്നത്. അപ്പോൾ അവളെങ്ങനെ പുറത്തുപോയി? ഇന്നലെ രാത്രിയിലെ പാലപ്പൂവിൻ്റെ ഗന്ധം ഇപ്പോഴും മൂക്കിൻ്റെ ഉള്ളിൽ ഇരച്ചു കയറുന്ന പോലെ. ഞാനാകെ മരവിച്ച് നിന്നുപോയി. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടത്? കുഞ്ഞ് എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല രാവണ്യേട്ടാ, വെറുതെ എന്തൊക്കെയോ മനസ്സിൽ. ഇനി കുഞ്ഞൊരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. വാ, നമുക്കിറങ്ങാം. എന്തോ ഭാഗ്യത്തിനാണ് യക്ഷിയുടെ മുമ്പിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെട്ടത്. അല്ല രാവണ്യേട്ടാ, യക്ഷിയാണെങ്കിൽ തന്നെ എന്നെ ഒന്നും അവൾ ചെയ്തില്ല. എനിക്ക് ഭക്ഷണം വരെ കൊണ്ടുവന്നു തന്നു. യക്ഷി തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ തന്നെ. ഇനി വല്യച്ഛനോട് അവൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ തന്നെ ആ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എന്നോടും വൈരാഗ്യം കാണിക്കണ്ടേ? മറിച്ച് എന്നെ സഹായിക്കുകയാണ് അവൾ ചെയ്തത്. ഞാനിവിടെ വരാനും ഇവിടെ നിൽക്കാനും അവൾ ആഗ്രഹിക്കുന്നു എന്നല്ലേ അതിനുത്തരം? ചോദ്യവും ഉത്തരവുമൊക്കെ പിന്നെ. ഇപ്പോൾ കുഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കാം. നമുക്കിവിടെ നിന്നും വേഗം പോകണം. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, എൻ്റെ മനസ്സ് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ആകെ ശക്തിയായി കാറ്റ് വീശി. ആ കാറ്റിൻ്റെ അന്തരീക്ഷം കണ്ട് ഇരുവരും ഭയന്നു. കണ്ടില്ല കുഞ്ഞെ, ദുശകനമാണ്. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കാറ്റ് വീശി. അത് കാറ്റ് വീശിയാൽ എങ്ങനെ ദുശകനമാവും രാവുണ്ണിയേട്ടാ? കുഞ്ഞിന് ഇപ്പോഴും ഇതെല്ലാം തമാശയാണോ? അനുഭവം ഉണ്ടായിട്ട് കുഞ്ഞിന് മനസ്സിലായില്ലേ? ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് വിചാരിക്കുക. വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ വേഗം കുളിമുറിയിലേക്ക് കുളിക്കാൻ കയറി. കുളിക്കുമ്പോഴും അവളുടെ മുഖമായിരുന്നു മനസ്സിൽ. അവൾ യക്ഷി തന്നെയാണോ? ഇത്രയും സൗന്ദര്യമോ ഒരു യക്ഷിക്ക്? ഭയമെന്ന വികാരത്തെ പോലും ഞാൻ മറന്നിരിക്കുന്നു. അവളെ ഒന്നുകൂടി കാണാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ യക്ഷിയെങ്കിൽ അവളുടെ ഇരിപ്പിടത്തിൽ നിന്നും മോചിപ്പിച്ച കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ എന്നെ എന്തിനു സഹായിക്കണം? ഇതിനുള്ള ഉത്തരങ്ങൾ അവളിൽ നിന്ന് തന്നെ കിട്ടിയേ തീരൂ. അതിനവളെ കണ്ടേ പറ്റൂ. മനസ്സിൻ്റെ ഉള്ളിൽ അവളോട് പ്രണയമോ എന്തൊക്കെയോ തോന്നുന്നു. ഒരു യക്ഷിയെ പ്രണയിക്കാമോ എന്നിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി പുറത്തു വന്നപ്പോഴേക്കും രാവുണ്ണിയേട്ടൻ വേഗം അടുത്തേക്ക് വന്നു. കുഞ്ഞേ, സാധനങ്ങളെല്ലാം എടുത്തില്ലേ? എന്നാ ഇറങ്ങിയാലോ? ഇത്രയും നേരം ഞാൻ തീ നിന്നാണ് ഈ ഉമ്മറത്ത് നിന്നത്. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇറങ്ങാം രാവുണ്ണിയേട്ടാ. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഇല്ലത്തിന് പുറത്തിറങ്ങി. രാവുണ്ണിയേട്ടൻ വേഗം തന്നെ ഇല്ലം താഴിട്ട് പൂട്ടി താക്കോലെടുത്തു. ഞാൻ രാവുണ്ണിയേട്ടൻ്റെ കൂടെ രജിസ്ട്രാർ ഓഫീസിലേക്ക് നടന്നു. പോകുന്ന വഴിയിലെല്ലാം രാവുണ്ണിയേട്ടൻ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മൂളലിൽ മറുപടി ഒതുക്കി. മനസ്സിൽ മുഴുവനും അവളുടെ സുന്ദരമായ ആ മുഖമായിരുന്നു.
അവളെ കാണാനുള്ള ആഗ്രഹം മനസ്സിനെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. വിഷ്ണുകുഞ്ഞ് ആ ഓഫീസെത്തി. ആ രാവുണ്ണേട്ടാ, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ പുറത്ത് നിൽപ്പുണ്ടാവും. ശരി കുഞ്ഞേ. പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി നിന്നപ്പോൾ മേഘങ്ങളിൽ അവളുടെ മുഖം കണ്ട പോലെ എനിക്ക് തോന്നി. എനിക്കിത് എന്തു പറ്റി? മുഴുവനും അവളാണ്, മറ്റൊരു ചിന്ത മനസ്സിൽ വരുന്നില്ല. പെട്ടെന്നാണ് തോളിൽ ഒരു കൈ തട്ടിയത്. ഞെട്ടിക്കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. വിഷ്ണുമോൻ എന്നെ മനസ്സിലായോ? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോൻ അനന്തവും വിഷ്ണുമോനും ഒക്കെ ഒരുമിച്ചല്ലേ കളിച്ചു വളർന്നത്? ഓ ദിവാകരേട്ടൻ, ഇപ്പോൾ ഓർക്കുന്നു. ആ, അപ്പോൾ ഓർമ്മ വന്നു മോന്. അനന്തു എന്ത് ചെയ്യുന്നു ഇപ്പോൾ? അവൻ ദുബായിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ദൈവം സഹായിച്ച് നന്നായി പോകുന്നുവല്ല. ആ, നല്ല കാര്യം. ദിവാകരേട്ടനല്ലേ സ്ഥലം വാങ്ങുന്നേ? രാവുണ്ണിയേട്ടൻ പറഞ്ഞിരുന്നു. അതെ, ഞാനാ വാങ്ങുന്നേ. പക്ഷേ അതല്ല, ആ ഇല്ലമിരിക്കുന്ന 15 സെന്റ് കാണിച്ചിട്ടില്ലല്ലോ വിഷ്ണുമോനെ വിൽപ്പനയിൽ. അത് ഞാൻ കൊടുക്കുന്നില്ല ദിവാകരേട്ട, അതെനിക്ക് വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും വിഷ്ണുമോനെ? അതും കൂടെ ചേർത്ത് തരാമെന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ യക്ഷിപ്പറമ്പ് വാങ്ങാമെന്ന് വിചാരിച്ചത്. എനിക്കും ശരിക്കും നഷ്ടക്കച്ചവടമാണ്. അത് നടക്കില്ല ദിവാകരേട്ട. എനിക്ക് ഇല്ലവും അതിരിക്കുന്ന സ്ഥലവും വേണം. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. രാവണിയെ, ഈ കരാറ് നടക്കില്ല. വാക്ക് പറഞ്ഞ പോലെ ഒന്നുമല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പറയല്ലേ ദിവാകര. തനിക്കറിയാമല്ലോ ഏട്ടൻ തമ്പുരാന്റെ അവസ്ഥ. കൈ ഒഴിയരുത്. എടോ രാവണി, താൻ പറഞ്ഞതുകൊണ്ടായോ? ചെക്കൻ പണ്ടത്തെ പോലെ ഒന്നുമല്ല, വാശി കുറച്ച് കൂടുതലാ. ഒരു ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ മുൻപോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ ദിവാകര. ഏട്ടൻ തമ്പുരാന്റെ അവസ്ഥ അറിയുന്നതല്ലേ, ചതിക്കരുത്. രാവണി പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള 70 സെന്റ് സ്ഥലം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നഷ്ടക്കച്ചവടമാണ്. പിന്നെ തമ്പുരാന്റെ അവസ്ഥ ആലോചിച്ചാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ചെക്കനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഞാൻ പറയാൻ ദിവാകര. ദിവാകരൻ ഇപ്പോൾ തൽക്കാലം ഓഫീസിന്റെ ഉള്ളിലേക്ക് പോകും. ഞാൻ വിഷ്ണുകുഞ്ഞിനെ കൊണ്ടുവരാം. ആ ശരി. ദിവാകരൻ ഓഫീസിന്റെ ഉള്ളിലേക്ക് പോയി. രാവുണ്ണിയേട്ടാ, ഇയാൾക്കൊക്കെ ആ സ്ഥലം കൊടുക്കണോ? എന്തൊരു അഹങ്കാരമാണ്. ഇയാളുടെ അച്ഛൻ തന്നെയാണോ നമ്മുടെ ഇല്ലത്ത് പണിക്ക് നിന്നിട്ടുള്ളത്? അതൊക്കെ പഴയ കാലത്തല്ലേ. ഇപ്പോൾ ഇയാൾ ഈ നാട്ടിലെ വലിയ മുതലാളിയാണ്. എന്ത് മുതലാളിയാണെങ്കിലും എന്നോട് മര്യാദക്ക് പെരുമാറണം. വേറെ ആരുമില്ല ഈ സ്ഥലം വാങ്ങാൻ. വേറെ 3-4 പാർട്ടി വന്നതാ. അവർ യക്ഷിപ്പറമ്പായതുകൊണ്ട് മേടിക്കാതെ പോയി. നാട്ടുകാർ പാരകളാണെന്നേ. എത്ര മറച്ചു വെച്ചാലും ആരെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു വരുത്തും. അവസാനമാണ് ദിവാകരൻ വാങ്ങാമെന്ന് പറഞ്ഞത്. കുഞ്ഞെ, വേറെ ഒന്നും പറയരുത്. ദിവാകരൻ പറഞ്ഞതിനെല്ലാം കുഞ്ഞിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏയ് രാവണ്യേട്ടാ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അതൊന്നും വേണ്ട, ഉള്ളിലേക്ക് കയറൂ. ഞാൻ ആ 70 സെന്റ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. ഇല്ലം എനിക്ക് വേണം, അതിലൊരു മാറ്റവുമില്ല. ആ, അത് മതി കുഞ്ഞെ. ദിവാകരനും പറഞ്ഞല്ലോ അത് മതിയെന്ന്. വിഷ്ണുവും രാവണ്യേട്ടനും കൂടി ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി. വിഷ്ണു കരാർ വായിച്ചു നോക്കി ഒപ്പുവെച്ച് ദിവാകരന് കരാർ നൽകി. വിഷ്ണുവും രാവണ്യേട്ടനും കൂടി പുറത്തേക്ക് നടന്നു. ഇനി എന്താ കുഞ്ഞെ, ഇന്നിവിടെ നിൽക്കുന്നോ അതോ തിരിച്ചു പോകുന്നു? ഇന്നിവിടെ നിൽക്കണമെന്ന് തന്നെയാണ് മനസ്സിൽ. പക്ഷേ പോയേ പറ്റൂ. അവിടെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വരുന്നുണ്ട്. ഇനി വരുമ്പോൾ അമ്മയും കൂടെ ഉണ്ടാവും. എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് പോയേ പറ്റൂ. എന്തായാലും തിരിച്ചു വരും, തിരികെ വരേണ്ടി വരും. വിഷ്ണു എന്നെ തനിച്ചാക്കി പോയല്ലേ? ഇല്ല, ഞാൻ തനിച്ചാക്കിയില്ല. അല്ല, അത് ചോദിക്കാൻ നീ ആരാണ്? എന്നെ എന്തിനു നീ പിന്തുടരുന്നു? നിന്റെ മനസ്സിൽ നീ സ്വയം പറഞ്ഞതല്ലേ എന്നെ കാണണമെന്ന്. മറന്നുപോ നീ. ശരിയാണ്, നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ യക്ഷിയാണോ അതോ മനുഷ്യ സ്ത്രീയോ? ആരാ നീ? അതിനുള്ള ഉത്തരം നിനക്ക് അന്നേ തന്നെ കിട്ടിയതല്ലേ. പാലപ്പൂവിൻ്റെ ഗന്ധത്തിൽ നിന്നും നിന്റെ മനസ്സിൽ ഉടലെടുത്ത സംശയം ഞാൻ നിന്നോട് തന്നെ ചോദിച്ചതുമാണ്. ഓർക്കുന്നില്ലേ നീ? അപ്പോൾ ഞാൻ സംശയിച്ചത് ശരി തന്നെ. നീ യക്ഷിയാണ്. അതെ, ഞാൻ യക്ഷിയാണ്. ആ വാക്കുകൾ വിഷ്ണുവിൻ്റെ നെഞ്ചൊന്നുലച്ചു. നിനക്ക് ഭയമാണോ എന്നെ? എന്നെ കാണണമെന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ നീ എന്നെ ഭയക്കുന്നു? ഭയമുണ്ട്, പക്ഷെ നിന്നെ കണ്ടതിലല്ല. നീ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയണം. നിന്നെ നിന്റെ ഇരിപ്പിടമായ നാഗത്തറയിൽ നിന്ന് മോചിപ്പിച്ച കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ നിനക്കെന്നോട് പ്രതികാരം ചെയ്യാം. മറിച്ച് ഞാൻ ഇല്ലത്ത് നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇല്ലത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സംശയം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതോ ഒരു അദൃശ്യ ശക്തി ഞാൻ ഇല്ലത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അതിനുള്ള എല്ലാ വഴികളും അവിടേക്ക് തെളിച്ചു തന്നു. അപ്പോൾ നീയാണ് എന്നെ അവിടെ എത്തിച്ചത്. എന്തിനു വേണ്ടി? പറയൂ, എന്നോട് പറയൂ, എന്തിനു വേണ്ടിയാണ്? ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും മറ്റന്നാൾ അമാവാസി നാളിൽ ഗന്ധർവയാമത്തിൽ നിനക്ക് കിട്ടും. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് നിന്നെ പിന്തുടരുന്നതെന്ന്. നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കും. നീ എന്തായി പറയുന്നേ? ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കാൻ? പെട്ടെന്നാണ് മേലാരോ തട്ടി വിളിച്ചത്. വിഷ്ണു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എടാ, എന്തു പറ്റി? കുറേ നേരമായല്ലോ പിച്ചും പേയും പറയുന്നു. അപ്പോൾ ഇത്ര നേരം കണ്ടത് സ്വപ്നമായിരുന്നു. വിഷ്ണു സ്വബോധം വീണ്ടെടുക്കാൻ നന്നേ കഷ്ടപ്പെട്ടു. എടാ, എനിക്ക് വെള്ളം എന്നാ കുടിക്കേ. എന്തു പറ്റി നിനക്ക്? തറവാട്ടിൽ പോയി വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ലടാ, എന്തോ സ്വപ്നം കണ്ടതാ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല.
3-4 ദിവസമായിട്ട് നാട്ടിൽ പോയി വന്നതിന് ശേഷം എന്തോ സ്വപ്നലോകത്താണ് നീ. എന്തായി, അമ്മയെ കാണണോ നിനക്ക്? നീ ലീവ് എടുത്ത് കുറച്ച് ദിവസം അമ്മയോടൊപ്പം നിന്നിട്ട് വരൂ. ഇവിടുത്തെ കാര്യം ഞാൻ തൽക്കാലം ഹാൻഡിൽ ചെയ്തോളാം. വേണ്ട ഫൈസലേ, കുഴപ്പമില്ല. ഞാൻ എന്ത് പെട്ടെന്ന് നിന്റെ മേലാകെ വിയർത്തു കുളിച്ചു. ഇതിനും മാത്രം എന്താണ് ഇത്ര വലിയ സ്വപ്നം? ഒന്നുമില്ലടാ, കിടക്കാൻ നോക്കാം. ഇപ്പോൾ ടൈം എത്രയായി? 3 മണി ആവുന്നേ ഉള്ളൂ. എൻ്റെ ഉറക്കം എപ്പോഴേ പോയി. നിന്റെ പിച്ചും പേയും അഭ്യാസങ്ങളും കേട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. സോറിടാ, നിന്റെ ഉറക്കം പോയല്ലേ, സോറി. അത് വിട്. നിനക്ക് എന്ത് പറ്റി അത് പറ. നീ ആ പറയാറുള്ള നാട്ടിലെ ആ യക്ഷി കൂടെ കൂടിയോ? ഫൈസൽ അത് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. അതൊന്നും അല്ലടാ. ഞാൻ വിക്കി പറഞ്ഞു. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിക്കോട്ടെ എന്നാ. ലൈറ്റ് ഇട്ടോ, അത് ഓഫാക്കണ്ട. ശരി, ഞാൻ കിടക്കുവാണ്. കാലത്ത് കാണാമെന്നാൽ. ഓക്കേടാ, നീ കിടന്നു. ഫൈസൽ അവൻ്റെ ബെഡിൽ കിടന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ സംശയങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു അതോ സത്യമോ? എല്ലാം ശരിക്കും സംഭവിച്ച പോലെ തന്നെ. പിന്നീട് ഉറങ്ങാനേ സാധിച്ചില്ല. ഞാൻ കണ്ടത് സ്വപ്നം തന്നെയായിരുന്നോ? വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. കാലത്ത് ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലും എൻ്റെ മനസ്സ് തറവാട്ടിലായിരുന്നു. എന്താണ് അവിടെയുള്ള രഹസ്യം? മറ്റന്നാൾ അവിടെ എന്ത് സംഭവിക്കും? അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നോ? എല്ലാത്തിനും ഉത്തരങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് തറവാട്ടിലേക്ക് തിരികെ പോയേ പറ്റൂ. എടാ ഫൈസലേ, ഞാനിന്ന് ലീവാണ്. എനിക്കൊരു സ്ഥലം വരെ പോകണം. നീ ഓഫീസിൽ എനിക്ക് പനിയാണെന്നോ മറ്റോ പറഞ്ഞേക്ക്. അതെന്താടാ പെട്ടെന്നൊരു പനി? ഒന്നുമില്ലടാ, ഇല്ലത്തേക്കൊന്ന് പോകണം. ഞാനൊന്ന് പോയിട്ട് വരാം. നീ അവിടെ പോയിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് എന്താടാ വീണ്ടും? ഒന്നുമില്ലടാ, പോവണം, അത്ര തന്നെ. നീ ഒന്ന് ലീവ് പറയ്. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. നീ എപ്പോൾ പോവും? ഇപ്പോൾ ഇറങ്ങാണ്. ഒരു സംശയഭാവത്തോടെ ഫൈസൽ എന്നെ നോക്കി. ശരി, നീ പോയിട്ട് വാ. ലീവ് ഞാൻ റെഡിയാക്കിക്കോളാം. ഫൈസൽ ഓഫീസിലേക്ക് പോയി. വിഷ്ണു ബാഗെല്ലാം പാക്ക് ചെയ്ത് വാതിലെല്ലാം പൂട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വച്ച് പിടിച്ചു. സ്റ്റേഷനിലെത്തി ബാംഗ്ലൂർ ട്രെയിനിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂർ ട്രെയിൻ ഇനി ഉച്ചയ്ക്ക് 12-നെ ഉള്ളൂ. ഇത്ര ടൈം വെറുതെ പോവും, ബസ് തന്നെ ശരണം. വിഷ്ണു ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ തിരിഞ്ഞതും പുറകിൽ നിന്ന് എടാ എന്നൊരു വിളി കേട്ട് വിഷ്ണു തിരിഞ്ഞു നോക്കി. ഫൈസലോ, നീ എന്താടാ? ഞാനും വരുന്നു നിന്റെ കൂടെ. നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിനക്ക് ലീവോ? എനിക്കൊക്കെ ലീവ് കിട്ടി. എങ്ങനെ? കുഞ്ഞുനാളിൽ മരിച്ച ഉപ്പൂപ്പയെ ഒന്നുകൂടി അങ്ങ് കൊന്നു. ചേടാ, അത് മോശമായി പോയല്ലോ. അത് വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അന്നോ ഉപകാരമുണ്ടായില്ല, ഇന്നെങ്കിലും ഉപകരിക്കട്ടെ. അതും പറഞ്ഞ് ഫൈസലൊന്ന് ചിരിച്ചു. എന്തായാലും കൊള്ളാവാ. ട്രെയിനിപ്പോൾ ഇല്ല, 12-നെ ഉള്ളൂ. നമുക്ക് ബസ്സിൽ പോവാം. ഓക്കേടാ. രണ്ടുപേരും കൂടി ബസ് സ്റ്റാൻഡിലെത്തി ബാംഗ്ലൂർ ബസ് തിരക്കി. അവിടെ ബാംഗ്ലൂർ ബസ് കണ്ടെത്തി അതിൽ കയറിയിരുന്നു. യാത്രക്കിടയിൽ അസ്വസ്ഥത നിറഞ്ഞ പെരുമാറ്റ രീതികൾ കണ്ട് ഫൈസൽ എന്നെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. വിഷ്ണു, നീ തറവാട്ടിൽ പോയി വന്നപ്പോൾ തൊട്ട് ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലടാ. ഇല്ല, എന്തോ ഉണ്ട്. നീ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. ഇല്ലടാ, ഞാനൊന്നും മറയ്ക്കുന്നില്ല. നിനക്ക് തോന്നുന്നതാ. എൻ്റെ തോന്നലാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നിന്റെ ഇല്ലത്തേക്ക് ഞാനും കൂടെ ഉണ്ട് എന്ന് നീ ഓർക്കണം. അവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും എന്ന് നീ മനസ്സിലാക്കിക്കോ. ഫൈസലിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഞാൻ അവനോട് എല്ലാം ഓരോന്നായി തുറന്നു പറഞ്ഞു. അവൻ എന്നെ അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതെല്ലാം നിന്റെ മനസ്സിലെ തോന്നലുകളായിരിക്കാം. ആ സ്വപ്നം വെറുമൊരു സ്വപ്നം തന്നെയായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇല്ലത്തെത്തിയേ പറ്റൂ. എൻ്റെ മനസ്സ് പറയുന്നു ഇല്ലത്തേക്ക് പോയേ പറ്റൂ. എന്തോ ഒരു രഹസ്യമുണ്ട് അവിടെ, അത് കണ്ടെത്തിയേ പറ്റൂ. യക്ഷിയുമായി ഇനി എന്താകുമോ എന്തോ. എന്തേ, നിനക്ക് പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ നീ വരണ്ട. നിന്നോട് ഞാൻ പറഞ്ഞോ വരാൻ? ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്റെ കൂടെ ഞാനുണ്ട് എന്തിനും. അങ്ങനെ നിന്നെ തനിച്ചാക്കി പോകാൻ പറ്റുമോ? ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ എൻ്റെ നാട്ടിലെത്തും. ഓക്കെ, ഞാനേ കുറച്ചു നേരം കിടക്കട്ടെ. ഇന്നലെ വിഷ്ണു നിന്റെ അഭ്യാസങ്ങൾ കാരണം ഉറങ്ങിയിട്ടില്ല. കുറച്ചു നേരമെങ്കിലും ശരിക്കുമൊന്ന് ഉറങ്ങട്ടെ. അവിടെ പോയാൽ ഇനി ഉറങ്ങാൻ ആൾ കാണുമോ എന്തോ. ഫൈസൽ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. ഇടയ്ക്കെപ്പോഴോ ഞാനും ഉറങ്ങിപ്പോയിരുന്നു. എടാ, ഊണ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്, വാ ഇറങ്ങ്, ഫൈസൽ പറഞ്ഞു. ഇതെവിടെ എത്തി? കറക്റ്റ് സ്ഥലം അറിയില്ല, ബാംഗ്ലൂർ തന്നെയാണ്. വിഷ്ണു കയ്യിലെ കുപ്പിവെള്ളം എടുത്ത് മുഖം കഴുകി. രണ്ടുപേരും കൂടി ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി. എടാ വിഷ്ണു, അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. വിഷ്ണുവും ഫൈസലും കൂടി റോഡിന് പുറത്തേക്ക് നടന്നു. റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു വാഹനം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഫൈസൽ വിഷ്ണുവിനെ പെട്ടെന്ന് തള്ളിമാറ്റി. നീ എവിടെ നോക്കിയാ നടക്കുന്നേ? തലനാരഴയ്ക്കാ രക്ഷപ്പെട്ടത്. വിഷ്ണു അത്ഭുതത്തോടെ ചുറ്റും നോക്കി. എടാ, വണ്ടി ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ ഈ വണ്ടി എവിടെന്നാ? വിഷ്ണു ആശ്ചര്യത്തോടെ ഫൈസലിനെ നോക്കി. ഈ വണ്ടി നിന്റെ തലയിൽ നിന്ന്. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലേ ഇപ്പോൾ എന്ത് സംഭവിച്ചേനെ? 2 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഓഫീസിലെ സ്റ്റെയറിൽ നിന്നും നീ വീഴാൻ പോയി. അന്ന് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എടാ, സത്യമായിട്ട് ഞാൻ വണ്ടി കണ്ടില്ല. ഇതെപ്പോ? കൂടുതലൊന്നും പറയണ്ട, നിന്റെ ശ്രദ്ധക്കുറവ് തന്നെ. നേരെ ശ്രദ്ധിച്ച് നടന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്നാൽ ആ വണ്ടി ഞാൻ കണ്ടില്ലല്ലോ.
ചിലപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെയായിരിക്കും, വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. ഇരുവരും കൂടി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിച്ച് രണ്ടുപേരും പുറത്തിറങ്ങി. ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ എൻ്റെ നാട്ടിലെത്തും. തിരിച്ചു വരാൻ ജീവൻ ബാക്കിയുണ്ടാവോടാ, ഫൈസൽ ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. നിനക്കിത്ര പേടിയാണെങ്കിൽ നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്? അത് പിന്നെ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? നീ എൻ്റെ ഹൃദയമല്ലേ മുത്തേ. അപ്പോൾ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കെ. എനിക്ക് പേടിയില്ലല്ലോ, പിന്നെ എന്തിനാ നിനക്ക് പേടിയൊന്നുമില്ല, അത് നിന്റെ കണ്ണ് കണ്ടാൽ തന്നെ എനിക്കറിയാം. കൂടുതൽ കളിയാക്കാൻ നിൽക്കണ്ട. ഇരുവരും ബസ്സിൽ കയറി യാത്ര തുടർന്നു. രാത്രിയോടുകൂടി അവർ കൂവളശ്ശേരിയിലെത്തി. ഫൈസലേ, നമുക്കൊരു ടാക്സി വിളിച്ച് ഞങ്ങളുടെ കാര്യസ്ഥൻ രാവുണ്ണി നായരുടെ വീട്ടിലേക്ക് പോകാം. ഓക്കേതാ, അവിടെ ഒരു ടാക്സി നിൽപ്പുണ്ട്. ഇരുവരും ചേർന്ന് ടാക്സിക്കാരനോട് പോകേണ്ട സ്ഥലം പറഞ്ഞു. അവർ യാത്ര തുടർന്നു. വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. നാളെ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? എല്ലാത്തിനുമുള്ള ഉത്തരം നാളെ കിട്ടിയേ പറ്റൂ. ഫൈസലിനെ രാവുണ്ണി നായരുടെ വീട്ടിലിരുത്താം. അവനെ വെറുതെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട. ഇത് എൻ്റെ മാത്രം കാര്യമാണ്. ഇതിൽ നിന്നുള്ള ഗുണമോ ദോഷമോ എന്തായാലും ഞാൻ സ്വയം അനുഭവിച്ചുകൊള്ളാം, വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. സാർ, കൂവളശ്ശേരി എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ്? ടാക്സി ഡ്രൈവർ ഇരുവരോടുമായി പറഞ്ഞു. ഇവിടെ നിന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ വീടാണ്. ഓക്കെ സാർ. അവർ രാവുണ്ണി നായരുടെ വീട്ടിലെത്തി. മുറ്റത്തെ കാറ് കണ്ട രാവുണ്ണി നായർ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അരണ്ട വെളിച്ചത്തിൽ വിഷ്ണുവിൻ്റെ മുഖം രാവുണ്ണി നായർ തിരിച്ചറിഞ്ഞു. കുഞ്ഞെന്താ ഈ നേരത്ത്? എന്തു പറ്റി കുഞ്ഞെ? പെട്ടെന്ന് തന്നെ. എല്ലാം പറയാം രാവുണ്ണിയേട്ടാ. ആദ്യം ഞങ്ങൾക്കൊന്ന് കുളിക്കണം, അത്താഴം കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അത്താഴം വല്ലതും ഇരിപ്പുണ്ടോ അതോ കഴിഞ്ഞോ? വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞെന്ത് വർത്തമാനമായി പറയുന്നത്? രണ്ടുപേരും കുളിച്ചു വരുമ്പോഴേക്കും അത്താഴമായിരിക്കും, രാവുണ്ണി നായർ മറുപടി പറഞ്ഞു. അല്ല കുഞ്ഞെ, ഈ കൂടെയുള്ളതാരാ? ഓ, ഇതോ എൻ്റെ സുഹൃത്താണ് ഫൈസൽ. മുസൽമാനാണോ? മനുഷ്യനാണ്, വിഷ്ണു മറുപടി പറഞ്ഞു. എന്താ രാവുണ്ണിയേട്ടാ, മുസൽമാനായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫൈസൽ ചിരിച്ചുകൊണ്ട് രാവുണ്ണിയേട്ടനോട് ചോദിച്ചു. എന്തു കുഴപ്പം? പേര് കേട്ടപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കയറും. ആദ്യം നിങ്ങൾ കുളിച്ചിട്ട് വരൂ. ഇരുവരും വീടിനകത്തേക്ക് കയറി. മോളെ സാവിത്രി. എന്താ അച്ഛാ? ഈ ബാഗുകളെല്ലാം എടുത്തു വയ്ക്ക്. വിഷ്ണു കുഞ്ഞെ, ഇതാണ് എൻ്റെ മകൾ സാവിത്രി. മനസ്സിലായി, രാവുണ്ണിയേട്ടൻ വിളിച്ചപ്പോൾ തന്നെ. ഈ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ എൻ്റെ അരികിലേക്ക് വന്നത്, വിഷ്ണു സ്വയം മനസ്സിലാലോചിച്ചു. സാവിത്രി കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ടോ? വിഷ്ണു തമ്പുരാനെ മറക്കാൻ പറ്റുമോ? തമ്പുരാൻ വിളിയൊന്നും വേണ്ട കുട്ടി, അതൊക്കെ പണ്ട്. ഞാനിപ്പോൾ വെറും വിഷ്ണുവാണ്. ഒരു മിനിറ്റ് അവിടെ നിശബ്ദത പരന്നു. പെട്ടെന്ന് രാവുണ്ണിയേട്ടൻ മകളോട് പറഞ്ഞു. മോളെ, ഇവർക്കുള്ള അത്താഴം കൂടി ശരിയാക്കണം. ശരിയച്ചാ. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു. വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കുഞ്ഞെ. എന്തായാലും കുഴപ്പമില്ല രാവുണ്ണിയേട്ടാ, വിഭവങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അന്ന് ജാതിയുമില്ല മതവുമില്ല. ഈ എൻ്റെ കൂടെയുള്ള ഫൈസൽ 4 വർഷത്തോളമായി എൻ്റെ കൂടെ താമസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ബാംഗ്ലൂർ ഭക്ഷണം പാകം ചെയ്യുന്നത്. വിശക്കുമ്പോൾ ഇതുവരെ ഞാൻ ജാതിയും മതവും കണ്ടിട്ടില്ല. വിശപ്പിനെന്ത് ജാതി? വിഷ്ണു അത് പറഞ്ഞ് ചെറുതായെന്ന് ചിരിച്ചു. രണ്ടുപേരും വന്ന കാലിൽ നിൽക്കാതെ കുളിക്കാൻ നോക്ക്. ഫൈസലേ, നീ ആദ്യം കുളിച്ചോളൂ. ഓക്കേടാ. ഫൈസൽ കുളിക്കാൻ കുളിമുറിയിലേക്ക് നടന്നു. വിഷ്ണു രാവുണ്ണിയേട്ടനെ അരികിലേക്ക് വിളിച്ചു. രാവുണ്ണിയേട്ടാ. എന്താ കുഞ്ഞ്, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? വിഷ്ണു നടന്ന കാര്യങ്ങൾ ഓരോന്നായി രാവുണ്ണിയേട്ടനോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം രാവുണ്ണിയേട്ടൻ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി നിന്നു. കുളി കഴിഞ്ഞ് മൂവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. സാവിത്രി ഓരോരുത്തർക്കായി ഭക്ഷണം വിളമ്പി. അല്ല കുഞ്ഞ്, അപ്പം മറ്റന്നാൾ? രാവുണ്ണി നായർ അത് പറഞ്ഞ് മുഴുവിപ്പിക്കുമ്പോഴേക്കും വിഷ്ണു ചുണ്ടിൽ ചൂണ്ടുവിരൽ വെച്ച് ആംഗ്യം കാണിച്ചു. രണ്ടുപേരുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ട് ഫൈസൽ തുടർന്നു. നിങ്ങൾ ഞാൻ ഉള്ളതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? ഈ തൈര് സാദം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് ഞാനങ്ങോട്ട് മാറി നിന്നേക്കാം. നിങ്ങളുടെ രഹസ്യങ്ങൾക്കിടയിൽ ഞാനില്ല. വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ എന്നിൽ നിന്നും ഒരു മറച്ചുകളി. അതല്ലടാ, നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതല്ല. മറ്റന്നാൾ തറവാട്ടിൽ പോകുമ്പോൾ നീ കൂടെ വരണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ വരണ്ടാന്നോ? പിന്നെ നിന്റെ കൂടെ ഞാൻ എന്തിനാ വന്നത്? നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. നിന്റെ കൂടെ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ലേ? കൂടെ ഞാനുണ്ട്. എന്നെ ഓർത്ത് നീ പേടിക്കണ്ട, ഞാനുണ്ടടാ കൂടെ. എടാ, എന്നാലും അത് വേണ്ടടാ. ഇത് എന്നെ സംബന്ധിച്ച കാര്യമാണ്. ഇത് തീർക്കാൻ ഞാൻ പൊക്കോളാം. അവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതെൻ്റെ മാത്രം വിധിയാണ്, നീയുമായി ബന്ധമുള്ളതല്ല. ബന്ധം നോക്കിയിട്ടാണോ നീയും ഞാനും ബാംഗ്ലൂർ ഒരുമിച്ച് താമസിച്ചത്, ഒരുമിച്ച് ഭക്ഷണം വെച്ചത്? എടാ, അതുമില്ല. ഞാനും കൂടുന്നു നിങ്ങളുടെ കൂടെ. എന്നെ കൂട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളറിയാതെ വന്നിരിക്കും. ഞാനെന്ത് പറയാൻ? മക്കൾ അതും ഇതും പറഞ്ഞിരിക്കാതെ ഭക്ഷണം കഴിക്കേ, നമുക്കെന്നിട്ട് ആലോചിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കേ, രാവുണ്ണി നായർ ഇടയിൽ കയറി പറഞ്ഞു. അവർ ഭക്ഷണം കഴിച്ച് ഉമ്മറത്തേക്ക് വന്നു. തമ്പുരാനെ ആ മുറിയിൽ കട്ടിലിൽ കിടക്ക വിരിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും അവിടെ കിടക്കാം, സാവിത്രി പറഞ്ഞു. വേണ്ട സാവിത്രി കുട്ടി, ഞങ്ങൾ ഈ ഉമ്മറത്ത് കിടന്നോളാം. ഒരു പായ തന്നാൽ മതി. അതെന്ത് വർത്തമാനമാണ് കുഞ്ഞേ? നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. കുഞ്ഞും ഫൈസൽ മോനും ആ മുറിയിൽ കിടന്നാൽ മതി. എന്നാലും അത് വേണോ രാവുണ്ണിയേട്ടാ? ഒരു എന്നാലുമില്ല, പറഞ്ഞത് കേട്ടാൽ മതി. എന്നാ ഫൈസലെ, നമുക്ക് കിടന്നാലോ? എടാ, നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല.
ഞാൻ കമ്പനി ഫയൽസ് കുറച്ച് എടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പതുക്കെ കിടന്നോളാം. ഓക്കേടാ. അതും പറഞ്ഞു വിഷ്ണു കിടന്നു. വിഷ്ണു! ആ വിളി കേട്ട് വിഷ്ണു കണ്ണു തുറന്നു. ചുറ്റും നോക്കിയ വിഷ്ണു ആകെ അമ്പരന്നു. താൻ ഇല്ലത്താണ്, പഴയ തറവാട്. ഇതെങ്ങനെ സാധ്യമാവും? ആകെ നശിച്ചു കിടന്നിരുന്ന തൻ്റെ ഇല്ലം എങ്ങനെ ഇങ്ങനെയായി? വിഷ്ണുപതിയെ മുറിക്ക് പുറത്തിറങ്ങി. അതാ മുത്തച്ഛൻ. മുത്തച്ഛാ! വിഷ്ണു ഉറക്കെ വിളിച്ചു. ആ വിളി കേൾക്കാതെ മുത്തച്ഛൻ നടന്നകന്നു. പുറകെ വിഷ്ണുവും. ഇടനാഴിയിലെത്തിയതും വല്യച്ഛനും മറ്റൊരു ചെറുപ്പക്കാരനും മുത്തച്ഛനെ വരിഞ്ഞു മുറുക്കി കഴുത്തിൽ തോർത്തെടുത്ത് മുറുക്കി. ആ കാഴ്ച കണ്ട് വിഷ്ണു അമ്പരന്നു. ഭയം കണ്ണുകളിലേക്ക് ഇരച്ചു കയറി. താൻ എന്താണ് കണ്ടതപ്പോൾ? മുത്തച്ഛൻ്റെ മരണം കൊലപാതകമായിരുന്നോ? താൻ ഈ കാണുന്നത് സത്യമാണോ അതോ തോന്നലാണോ? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ വിഷ്ണുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു. വിഷ്ണു അവരുടെ സംഭാഷണത്തിന് കാതുകോർത്തു. അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെയേ വരാൻ പാടുള്ളൂ. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അമ്പലം, വഴിപാട്, ദാനമെന്നൊക്കെ പറഞ്ഞ് ഈ സ്വത്തുക്കളെല്ലാം മുടിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് തന്നതോ പൊട്ടക്കിണറുള്ള വെറും 40 സെന്റ്. അതെ അങ്ങൂന്നേ, അങ്ങൂന്നിനെ ഇദ്ദേഹം ഒരു മകനായിട്ട് തന്നെയാണോ കണ്ടിരിക്കുന്നത്? എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, നീ വേണ്ടത് വേഗം ചെയ്യേ. ശരി അങ്ങൂന്നേ. അതും പറഞ്ഞ ആ ചെറുപ്പക്കാരൻ വിഷ്ണുവിൻ്റെ എതിരെ തിരിഞ്ഞു. അയാളുടെ മുഖം കണ്ട് വിഷ്ണു ഞെട്ടി. ദിവാകരൻ! ആ കാഴ്ച കണ്ട് കുറച്ചു നേരത്തേക്ക് വിഷ്ണു നിശബ്ദനായി നിന്നു. അയാൾ പെട്ടെന്ന് തന്നെ വിഷ്ണുവിൻ്റെ ശരീരത്തിലൂടെ കടന്ന് മുന്നോട്ട് നീങ്ങി. ഇതെന്ത് മറിമായം? അയാളെങ്ങനെ എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി? അപ്പോൾ അയാൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലേ? പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കാതുകളിൽ അടുത്ത വാക്കുകൾ. വിഷ്ണു അതിന് കാതോർത്തു. ഉമ്മറപ്പടിയിലേക്ക് വരൂ വിഷ്ണു. ഒരു കാന്തിക വലയത്തിൽ അകപ്പെട്ട പോലെ തനിയെ വിഷ്ണുവിൻ്റെ കാലുകൾ ഉമ്മറപ്പടിയിലേക്ക് ചലിച്ചു. ഇനി എന്താണാവോ അവിടെ? വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. അവിടെ കണ്ട കാഴ്ച കണ്ട് വിഷ്ണു വീണ്ടും ഞെട്ടി. ദിവാകരനും വല്യച്ഛനും ഇവിടെ നിൽക്കുന്നു. അപ്പോൾ കുറച്ചു നേരം മുമ്പ് വല്യച്ഛനെയും ദിവാകരനെയും അകത്ത് കണ്ടതാണല്ലോ. അപ്പോൾ വല്യച്ഛനും ദിവാകരനും എന്നേക്കാൾ മുമ്പ് ഇവിടെ എങ്ങനെ എത്തി? സംശയങ്ങളുടെ ഒരു കടൽ വിഷ്ണുവിൻ്റെ മനസ്സിൽ രൂപം കൊള്ളുകയായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. വിഷ്ണു വീണ്ടും അവരുടെ സംസാരത്തിന് കാതുകോർത്തു. അങ്ങൂന്നേ, ഈ ഗുരു പാലിൽ ചാലിച്ചു കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് വിശ്വൻ അദ്ദേഹം ഉറങ്ങി വീഴും. അദ്ദേഹത്തെ ബാല്യക്കാരിയുടെ മുറിയിൽ കൊണ്ടുചെന്ന് അവളുടെ കൂടെ കിടത്തുന്ന കാര്യം ഞാനേറ്റു. ദിവാകര, അച്ഛനൊരിക്കലും അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ നമ്മുടെ പദ്ധതികളെല്ലാം നിൽക്കും. വളരെ രഹസ്യമായി, തന്ത്രപരമായി വേണം എല്ലാം ചെയ്യാൻ. അത് പിന്നെ പറയണോ അങ്ങൂന്നേ? ഈ ചെയ്തു തരുന്നതിനൊക്കെ ഈ ഉള്ളവനും കൂടി ഉള്ളത് മറക്കാതിരുന്നാൽ മതി. അത് പിന്നെ പറയണോ? വിശ്വനെ ബാല്യക്കാരിയുടെ ഇടയിൽ നിന്ന് നമ്മൾ തന്നെ കാലത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കും. ബാല്യക്കാരി അമ്മണി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? അവളെ വിശ്വൻ അദ്ദേഹം കയറി പിടിക്കാൻ നോക്കിയെന്ന് വല്യങ്ങൂന്നിനോട് പറയും. പിന്നെ സാക്ഷികളായി നമ്മളും. തെളിവിന് അവളുടെ മുറിയിൽ നിന്നും വല്യങ്ങൂന്നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വിശ്വൻ അദ്ദേഹത്തെ നമ്മൾ കൈയോടെ പിടിക്കും. അപ്പോൾ വല്യങ്ങൂന്ന് നമ്മൾ പറയുന്നത് വിശ്വസിക്കും. പക്ഷെ അമ്മണിക്കും എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഓ, അതൊക്കെ ശരിയാക്കാമടോ. ഈ തറവാട് എൻ്റെ വരുതിയിലാക്കിക്കോട്ടെ, എല്ലാം ശരിയാക്കാം. ഓ, അത് മതി അങ്ങൂന്നേ. ഇതെല്ലാം കേട്ട് വിഷ്ണു സ്തംഭിച്ച് നിന്നുപോയി. അപ്പോൾ എൻ്റെ അച്ഛനെ ഇവരെല്ലാവരും കൂടി ചതിച്ച് പുറത്താക്കിയതാണല്ലേ? പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കാതുകളിൽ വീണ്ടും ആ ശബ്ദം. വിഷ്ണു, പുറകോട്ട് നോക്കൂ. താനിപ്പോൾ അടുക്കളയിലാണ് നിൽക്കുന്നത്. നാടകങ്ങളിൽ തിരശീല പെട്ടെന്ന് മാറുന്ന പോലെയാണ് ഇവിടെ ഓരോ നിമിഷവും സംഭവിക്കുന്നത്. എന്താണിതൊക്കെ? പെട്ടെന്ന് തന്നെ ദിവാകരനാകിയ പരിഭ്രമത്തോടെ അടുക്കളയിലേക്ക് നടന്നു വന്നു. അവിടെ മാക്കി അയാൾ പതുങ്ങി വീക്ഷിച്ചുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ പാലെടുത്ത് അതിലേക്ക് അതിനുശേഷം അയാൾ അരയിൽ നിന്നും ഒരു പൊതിയെടുത്ത് അതിൽ നിന്നും എന്തോ ഒരു പൊടി ആ പാലിൽ കലർത്തി. എന്തോ ഒരു പ്രത്യേക ചിരി അയാളുടെ മുഖത്തുണ്ടാകുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു. അയാൾ ആ പാലെടുത്ത് ബാല്യക്കാരി അമ്മണിയുടെ കയ്യിലേക്ക് നീട്ടി. നീ ഇത് ബ്രഹ്മദത്തന് കൊടുക്കണം. ബ്രഹ്മദത്തനോ? വല്യങ്ങൂന്നിനെ അങ്ങനെ പറയാമോ? പിന്നെ അവൻ എന്ത് വിളിക്കണം? ഈ പാല് കൊടുത്താൽ അവൻ്റെ തമ്പുരാൻ പട്ടമൊക്കെ അവിടെ നിൽക്കും. അതും പറഞ്ഞ അയാൾ ഒന്ന് ചിരിച്ചു. എന്താണിതിൽ? എനിക്കാകെ പേടിയാവുന്നു. പേടിക്കണ്ട, എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഗുണമേ ഉണ്ടാവും. മറിച്ചാണെങ്കിൽ വലിയ തമ്പുരാൻ്റെ വിധി അറിയാലോ. ചതിച്ച് കൊന്നുതള്ളി അറപ്പ് മാറിയവനാ ഞാൻ. കൂടെ നിന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ. അതും പറഞ്ഞ അയാൾ വശ്യമായൊരു ചിരി ചിരിച്ചു. അമ്മിണി പാലെടുത്ത് നടന്നു. പുറകെ വിഷ്ണുവും. പാൽ വല്യച്ഛൻ കുടിച്ചതും അദ്ദേഹം നിന്ന നിൽപ്പിൽ തളർന്നു വീണു. ആളുകൾ ഓടിക്കൂടുന്നതും വീണ വല്യച്ഛനെ ദിവാകരൻ നെഞ്ചോട് ചേർത്ത് കരയുന്നതുമെല്ലാം വിഷ്ണു ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് വല്യച്ഛൻ കിടപ്പിലായത്. എന്തിനാണ് വല്യച്ഛൻ്റെ കൂടെ നിന്ന് ഇയാൾ ഇത് ചെയ്തത്? ഇയാൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ചെറുപ്പത്തിൽ തോന്നിയിട്ടേയില്ല. ഇയാളുടെ മകനും ഞാൻ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അന്നൊന്നും ഇയാളിൽ ഇങ്ങനൊരു മുഖം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തിനാണ് ഇയാൾക്ക് ഞങ്ങളോട് ഇത്ര പക? എന്തിനാണ് ഇയാൾ ഞങ്ങളുടെ കുടുംബം തകർത്തത്? തറവാടിനും സ്വത്തിനും വേണ്ടിയായിരുന്നെങ്കിൽ അത് അയാൾക്ക് നേരത്തെ ആവാമായിരുന്നു. അതൊന്നും ചെയ്യാതെ പതിയെ പതിയെ ഞങ്ങളിൽ ഒരാളായി മാറി നിന്ന് എന്തിനാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ, അറിയണം. പെട്ടെന്നാണ് ആരോ വിഷ്ണുവിൻ്റെ മേലിൽ തട്ടിയത്. വിഷ്ണു ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. എന്തോ ആടെ, കുറേ നേരമായല്ലോ പിച്ചും പേയം പറയാൻ തുടങ്ങിയിട്ട്. നിനക്കിത് തന്നെ പണി? ആ, നീയായിരുന്നോ? ഞാനെന്തോ സ്വപ്നം? നീ എന്തോ സ്വപ്നമല്ല, നീ ഇപ്പോൾ സ്വപ്നലോകത്ത് തന്നെയാ.
ആ സ്വപ്നത്തിൻ്റെ പേരും പറഞ്ഞല്ലേ ഈ കാട്ടുമുക്കിലേക്ക് വന്നത്? നിന്നോട് ഞാൻ പറഞ്ഞോ ഈ കാട്ടുമുക്കിലേക്ക് വരാൻ? എടാ നീ ചൂടാവണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ എന്താ ഉറങ്ങാത്തത്? സമയം 2 കഴിഞ്ഞല്ലോ. ഓ, കമ്പനി ഫയൽസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സമയമായി. ഇനിയിപ്പോൾ കുറച്ചു നേരം കിടക്കാമെന്ന് കരുതി വന്നപ്പോൾ നിന്റെ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പിച്ചും പേയും പറിച്ചിൽ കലാപരിപാടികൾ. അന്നത്തെ പോലെ ഇന്ന് വിയർത്തിട്ടൊന്നുമില്ല. അപ്പോൾ പേടിക്കുന്ന സ്വപ്നമൊന്നും അല്ല കണ്ടത്. അല്ല, ഇന്ന് അതൊന്നുമല്ല. നീ കിടക്കാൻ നോക്ക്. എന്നിട്ടെന്തിനാ വീണ്ടും പിച്ചും പേയും പറയാനോ? ഞാൻ ഉമ്മറത്തെ ചാരുപടിയിൽ കിടന്നോളാം. നിനക്കാണ് ഈ കട്ടിൽ ആവശ്യം. ഏയ്, ഞാനെന്നാൽ ഉമ്മറത്ത് കിടക്കാം, നീ ഇവിടെ കിടന്നോ. ഓ, അത്രയ്ക്ക് ഉദാര മനസ്കതയൊന്നും വേണ്ട, പോയി കിടന്നുറങ്ങാൻ നോക്കടാ. അതും പറഞ്ഞ് ഫൈസൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു മേലാകെ തൊട്ടുനോക്കി. ഫൈസൽ പറഞ്ഞത് ശരിയാണ്, ഞാൻ വിയർത്തിട്ടൊന്നുമല്ല. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും. അപ്പോൾ അതൊക്കെ സത്യമായിരുന്നു. ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം എനിക്ക് കിട്ടുമോ? ചിന്തകളിൽ മുഴുകി മനസ്സ് പതിയെ വീണ്ടും ഉറക്കത്തിലേക്ക് മറിഞ്ഞത് വിഷ്ണു അറിഞ്ഞില്ല. പിറ്റേന്ന് കാലത്ത് സാവിത്രിയുടെ ശബ്ദം കേട്ടാണ് വിഷ്ണു ഉണർന്നത്. തമ്പുരാനെ, ഇതാ ചായ. ഓ, നേരം വെളുത്തോ? നേരം 8 മണി കഴിഞ്ഞു. ഇനിയും ഉണരാൻ വൈകുമെന്ന് തോന്നിയതുകൊണ്ട് അച്ഛൻ ഉണർത്താൻ പറഞ്ഞു വിട്ടതാ. ആ. ചായ കയ്യിലെടുത്ത് വിഷ്ണു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു കുഞ്ഞെ, ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ സ്വപ്നത്തെ പറ്റി പറഞ്ഞാലോ രാവണ്യേട്ടനോട്? ഇപ്പോൾ വേണ്ട, ഇതെല്ലാം സ്വപ്നമല്ലേ, സത്യമാകണമെന്നില്ലല്ലോ. ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കട്ടെ. രാവണ്യേട്ടാ, ഫൈസൽ എന്തിയേ? ഫൈസൽ മോനെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴൊന്നും കണ്ടില്ല. എവിടെ പോയാവോ? അവൻ എവിടെ പോവാൻ? ഇവിടെ അവനെ ആരെയും അറിയില്ലല്ലോ. കുഞ്ഞ് പേടിക്കാതിരിക്കേ, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും കാണും. ആ, പറഞ്ഞു തീർന്നില്ല, അതാ വരണാള്. നീ എവിടെ പോയതാ കാലത്ത് തന്നെ? ഓ, എന്താ സ്ഥലം. ഞാനിവിടേക്കൊന്ന് കറങ്ങി. മൊത്തത്തിൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ? ചോദിച്ചതിനുള്ള മറുപടി ഇതല്ലല്ലോ, നീ അത് പറ. എടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ കറങ്ങി, ഒന്ന് നടക്കാനിറങ്ങിയതാ. ബാംഗ്ലൂരൊന്നുമില്ലാത്ത ശീലം ഇവിടെ ഇപ്പോൾ തുടങ്ങി. ബാംഗ്ലൂർ പോലത്തെ മലിനമായ വായുവാണ് ഇവിടെ. ഇവിടെ മുഴുവനും ശുദ്ധവായുവല്ലേ. അതൊക്കെ ഒന്ന് ശ്വസിച്ച് നടക്കാൻ എന്ത് രസം. നിന്നെ വിളിക്കാത്തതിൻ്റെ ദേഷ്യമാണോ? ആണെങ്കിൽ ക്ഷമിക്കേ. മക്കൾ കുളിക്കുക, ഞാൻ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. രാവണ്യേട്ടാ, ഈ ദിവാകരൻ്റെ വീട് എവിടെയാണ്? നമ്മുടെ ഇല്ലത്തിൻ്റെ നേരെ തെക്ക്. അവരുടെ പഴയ ആ കുടിലേക്ക് പൊളിച്ചു പണിതിപ്പോൾ അവിടെ ഒരു മാളിക പണിതിട്ടുണ്ട്. അയാൾ നമ്മുടെ കുടുംബത്തോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ നമ്മുടെ സ്ഥലമൊക്കെ വാങ്ങി പൈസ തരുമോ? എന്താ കുഞ്ഞെ ചോദിച്ചേ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ആ, നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോയാലോ? എന്തിനാ കുഞ്ഞെ? ചുമ്മയൊന്ന് കാണാൻ. പുള്ളി നമ്മുടെ യക്ഷിപ്പറമ്പൊക്കെ മേടിക്കുന്ന ആളല്ലേ, ഒന്നുകൂടി ആ ധൈര്യശാലിയെ കാണണമെന്ന് തോന്നി. കുഞ്ഞെന്തോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. അതൊന്നുമില്ല, രാവുണ്ണിയേട്ടന് വെറുതെ തോന്നിയതാ. നമുക്ക് എപ്പോൾ പോകാൻ പറ്റും? ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പോവാം. കുഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരുങ്ങിക്കോളൂ. അങ്ങനെ 3 പേരും കൂടി ദിവാകരൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. എടാ വിഷ്ണു, എന്താണിത്? അപ്പുറത്ത് വരുന്ന വഴി നിന്റെ തറവാട് കണ്ടു. അതിൻ്റെ 2 ഇരട്ടി ഉണ്ടല്ലോടാ ഇത്. അയാളുടെ കയ്യിൽ പൈസയുണ്ട്. അയാളതിന് വീട് പണിതു. അതിന് നമ്മളെന്ത് ചെയ്യാൻ? വാ മക്കളെ, നമുക്ക് അകത്തോട്ട് കയറാം. നിങ്ങൾ കയറിക്കോ, ഞാൻ പുറത്ത് നിന്നോളാം. ഇതിലൊന്നും ഞാൻ ഇടപെടാനില്ല. എടാ ഫൈസലേ, നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്റെ തറവാട് കാണാൻ. അതിൻ്റെ അടുത്താണ് ഈ വീടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വന്നത്. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ കാണും. ശരി, ഇവിടുന്ന് കാലത്തെ പോലെ മുങ്ങരുത്. ഇല്ലടാ, ഞാനിവിടെ കാണും, നിങ്ങൾ പോയിട്ട് വാ. രാവുണ്ണിയേട്ടനും വിഷ്ണുവും ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി വന്നു. ആരാ? ദിവാകരേട്ടനെ ഒന്ന് കാണണം. വരുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. എന്താ പേര്? വിഷ്ണു രാവുണ്ണി നായർ. ഇവിടെ നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. ശരി. അല്പസമയത്തിനകം സെക്യൂരിറ്റി തിരികെ വന്നു. ആ മുതലാളി ചെല്ലാൻ പറഞ്ഞു. കടന്നോളൂ. ഇരുവരും അകത്തേക്ക് നടന്നു. ഇരുവരും അകത്ത് കയറുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ പുറത്തെ കൂട്ടിലുള്ള പട്ടികൾ അവരെ നോക്കി ഒരു പൈശാചിക ഭാവത്തോടെ അലറുകയും മുരളുകയും ചെയ്തു. കാറ്റിൻ്റെ ദിശ മാറി വീശി കാർമേഘങ്ങൾ ഇരുണ്ടു. അവിടമാകെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷമാകെ മാറി മറഞ്ഞു. പ്രകൃതിയുടെ ഈ ഭാവമാറ്റം വിഷ്ണുവിനെ തെല്ലൊന്ന് ഭയത്തിലേക്ക് എത്തിച്ചു. പെട്ടെന്ന് ദിവാകരൻ പുറത്തേക്ക് വന്നു. കൈസർ ടോണി, മിണ്ടാതിരിക്കെ. അയാളുടെ വാക്കുകൾ ആ പട്ടികൾ ചെവി കൊടുത്തില്ല. അവറ്റകൾ വീണ്ടും അലറുകയും മുരളുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളോടല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? നാശങ്ങൾ പറഞ്ഞാലനുസരിക്കില്ല. വല്ല വിഷവും കൊടുത്തു കൊല്ലണം. ചോറ് കൊടുത്ത് വളർത്തുന്ന എന്നെ പറഞ്ഞാൽ മതി. കൊല്ലുന്നതൊരു ഹോബിയാണല്ലേ ചേട്ടാ? വിഷ്ണുവിൻ്റെ ഈ മറുപടി ദിവാകരൻ്റെ മുഖഭാവം പെട്ടെന്ന് തന്നെ മാറ്റി. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അല്ല, പട്ടികളെ കൊല്ലുന്നതിനെ പറ്റി ഇത്ര നിസാരമായി പറഞ്ഞപ്പോൾ പറഞ്ഞൂന്നേ ഉള്ളൂ. ഓ, അതൊക്കെ സാധാരണയല്ലേ. നമ്മളായിട്ട് യോജിച്ചു പോയില്ലെങ്കിൽ കൊല്ലുന്നതാ നല്ലത്. അതങ്ങനെയാണല്ലോ. നിങ്ങളകത്തേക്ക് കയറൂ. രാമപ്പ, എടോ രാമപ്പ. എന്താ മുതലാളി? താനിത് എവിടെ പോയി? അപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ. ഓ, ഭക്ഷണം മാത്രം മതി, പണിയൊന്നും ചെയ്യണ്ട. താൻ കേട്ടില്ലേടോ ഈ പട്ടികൾ കിടന്ന് കാണിക്കുന്നത്? വല്ലതും ഇവറ്റകളുടെ വായിൽ കുത്തിക്കയറ്റി നിലക്ക് നിർത്ത്. ഇല്ലെങ്കിൽ അങ്ങ് കൊന്നുകളാ. അല്ല പിന്നെ, കൊണ്ടുപോടോ ഇവറ്റകളെ. ശരി മുതലാളി. ഇതെല്ലാം വീക്ഷിച്ച് വിഷ്ണു അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. ഇയാൾ പണ്ടത്തെ ദിവാകരൻ ചേട്ടനല്ല.
ഇത്ര അഹങ്കാരത്തിൽ പെരുമാറുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് അച്ഛൻ്റെ അടുത്ത് നിവർന്നു നിൽക്കാൻ വരെ ഇയാൾക്ക് ഭയമായിരുന്നു. ആ ദിവാകരേട്ടൻ തന്നെയാണോ ഇത്? വിഷ്ണു സ്വയം മനസ്സിലോർത്തു. ആ വരൂ, അകത്ത് കയറാം. 3 പേരും കൂടി അകത്തേക്ക് കയറി. അകത്തിരിക്കുന്ന ആളെ കണ്ട് രാവുണ്ണി നായർ ഞെട്ടി. ഇത് ആ രാവുണ്ണി പറയാൻ വന്ന ആള് തന്നെ, രുദ്രവർമ്മൻ. ഇദ്ദേഹം എന്താ ഇവിടെ? നാളെ രാത്രി അമാവാസിയല്ലേ, ഒരു പൂജയ്ക്ക് വന്നതാ. ദിവാകരൻ ഒന്നിങ്ങ് വന്നേ. എന്താ രാവുണ്ണി? അല്ല, നമുക്കൊന്ന് കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്തിന്? ദിവാകരൻ വരൂ. ദിവാകരൻ രാവുണ്ണി നായരുടെ അടുത്തേക്ക് നടന്നു. രാവുണ്ണി നായരുടെ മുഖത്ത് പരിഭ്രമം വിഷ്ണുവിനെ സംശയങ്ങളിലേക്ക് എത്തിച്ചു. എന്താ രാവുണ്ണിയേട്ടാ? വിഷ്ണു രാവുണ്ണി നായരോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഒന്നുമില്ല കുഞ്ഞെ, കുഞ്ഞെവിടെ ഇരിക്കൂ, ഞങ്ങളിപ്പോൾ വരാം. രാവുണ്ണി നായരും ദിവാകരനും പുറത്തേക്ക് മാറി നിന്നു. അകത്തിരിക്കുന്ന ആളെ വിഷ്ണു അപ്പോഴാണ് ശ്രദ്ധിച്ചു നോക്കിയത്. നീണ്ട നരച്ച താടി, കാഷായ വസ്ത്രധാരി, നീണ്ട ചുരുണ്ട മുടി, കണ്ണുകളിൽ എന്തോ അഗ്നി എരിയുന്ന പോലെ. ഇയാളൊരു സാധാരണ ആളല്ല എന്ന് വിഷ്ണുവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പെട്ടെന്നായിരുന്നു അയാളുടെ ചോദ്യം. എന്താണ് കുഞ്ഞെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ആ, എനിക്കറിയാം നിന്നെ. തൈക്കാട്ടുശ്ശേരി മനയിലെ വിശ്വദത്തൻ്റെ മകനല്ലേ? അതെ. അച്ഛനെ എങ്ങനെ അറിയാം? ആ, അറിയാം. അവിടെയുള്ളവരെ എല്ലാവരെയും അറിയാം. ആഹാ. ആയില്യം നക്ഷത്രത്തിൽ ചന്ദ്രഗ്രഹണ നേരത്ത് മനുഷ്യഗണവും ദേവഗണവും ചേർന്ന അപൂർവങ്ങളിൽ അപൂർവമായ ജനനമല്ലേ? ഇയാൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അന്ന് മനയിൽ വെച്ച് അവളും ഇത് തന്നെ പറഞ്ഞു. എൻ്റെ ജനനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? വിഷ്ണു സ്വയം മനസ്സിൽ കരുതി. അത് പുറത്ത് കാണിക്കാതെ വിഷ്ണു മറുപടി നൽകി. ആ അതെ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എന്നെ മുൻപരിചയമുണ്ടോ? നിന്നെ അറിയണമെങ്കിൽ എനിക്ക് മുൻപരിചയം വേണ്ട കുട്ടി. അതും പറഞ്ഞ അയാൾ ഒന്ന് ചിരിച്ചു. ഇയാൾ നിസ്സാരക്കാരനല്ല, എന്തൊക്കെയോ നിഗൂഢതകൾ ഇവിടെ വിളിച്ചിരിപ്പുണ്ട്. ദിവാകരേട്ടൻ എന്തിനാണ് ഇയാളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്? നാളത്തെ പൂജ. അവൾ സ്വപ്നത്തിൽ പറഞ്ഞ ദിവസം നാളെയാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറച്ചു നേരത്തിന് ശേഷം രാവുണ്ണിയേട്ടനും ദിവാകരനും തിരികെ വന്നു. രാവുണ്ണിയേട്ടൻ്റെ മുഖം കണ്ട് എനിക്ക് എന്തോ കാര്യങ്ങൾ പന്തിയല്ല എന്ന് തോന്നി. കുഞ്ഞെഴുന്നേൽക്ക്, വാ പോവാം. അതെന്താ രാവുണ്ണിയേട്ടാ? ഈ സമയം ദിവാകരേട്ടൻ ഒരു പുച്ഛം കലർന്ന ഭാവത്തിൽ ചിരിക്കുകയായിരുന്നു. എന്തോ കാര്യമായി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. രാവുണ്ണിയേട്ടൻ ഒന്നും പറയാതെ മൗനമായി പുറത്തേക്ക് നടന്നു. പുറകെ ഞാനും. എന്താ രാവുണ്ണിയേട്ടൻ, എന്താ ഉണ്ടായത്? നമ്മൾ ചതിക്കപ്പെട്ടു മോനെ. അവൻ നമ്മളെ ചതിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? രാവുണ്ണിയേട്ടൻ കാര്യം തെളിച്ചു പറ. പറയാം. രാവുണ്ണിയേട്ടനും ദിവാകരനും തമ്മിലുള്ള സംഭാഷണം. എന്താടോ രാവുണ്ണി? അല്ല ദിവാകര, രുദ്രൻ അങ്ങൂന്ന് എങ്ങനെ ഇവിടെ? അതെന്ത് ചോദ്യമാണ്? ഞങ്ങൾ പണ്ട് മുതൽ ഒരുമിച്ചല്ലേ? ദിവാകരൻ എന്താ ഈ പറയുന്നത്? നാഗന്നൂർ മഠവുമായി നമുക്കൊരു ബന്ധവും പാടില്ലെന്ന് വല്യങ്ങൂന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് മറന്നോ? വല്യങ്ങൂന്നും ആരടാ വല്യങ്ങൂന്ന്? നിങ്ങളൊക്കെ ആട്ടിപ്പായിച്ച ഈ രുദ്രനാ എന്നെ ഈ നിലയിലെത്താൻ സഹായിച്ചത്, അല്ലാതെ നിന്റെ വല്യങ്ങൂന്നല്ല. നീയൊക്കെ ഇപ്പോഴും അവരുടെ കാൽ നക്കുന്ന കാവൽപ്പട്ടിയായിട്ട് ജീവിച്ചോ? എന്നെയൊന്നും അതിന് കിട്ടില്ല. അതേ ദിവാകര, ഞാൻ കാവൽപ്പട്ടി തന്നെയാണ്. ആ ഇല്ലം തകർന്നു വീണാലും എന്നും കാവൽപ്പട്ടിയായിട്ട് നിൽക്കും. ഞാൻ അവിടുത്തെ ഉപ്പും ചോറും കഴിച്ച് വളർന്നവനാ ഞാൻ മാത്രമല്ല നീയും. അത് മറക്കണ്ട. അതൊക്കെ നീ ഓർത്തു വെച്ചോ. എനിക്ക് അതൊക്കെ ഓർക്കാനൊന്നും നേരമില്ല. അല്ല, ഈ ചെക്കൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവനെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? വിഷ്ണു കുഞ്ഞിൻ്റെ തറവാട് കാണാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിക്കണോ? തറവാടോ? ആരുടെ തറവാട്? അതെന്താ ദിവാകര? ആ രജിസ്റ്റർ ഓഫീസും രജിസ്റ്റർമാരും എൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ പറയരുതെന്ന് കരുതിയതാ, എന്നാലും പറയാം. ഇല്ലമടക്കം എല്ലാം ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഇത് ചതിയാണ് ദിവാകര, ചതി തന്നെയാണ് രാവുണ്ണി. എൻ്റെ വിജയങ്ങൾ എൻ്റെ മാത്രമാണ്. ആ ചെക്കനോട് അപ്പോഴേ എല്ലാം എഴുതി തരാൻ പറഞ്ഞതാ. അപ്പോൾ കേട്ടില്ല. അവസാനം ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ചതിച്ചും കൊന്നും മറപ്പ് മാറിയവനാ ഞാൻ. കൂടുതൽ എൻ്റെ വഴിക്ക് കുറുകെ നിൽക്കാതെ ചെക്കനെയും കൊണ്ട് രാവുണ്ണി പോവാൻ നോക്ക്. എല്ലാം കേട്ട് വിഷ്ണു മിണ്ടാതെ നിന്നു. പതിയെ വിഷ്ണു ദിവാകരൻ്റെ അടുത്തേക്ക് തിരിച്ചു നടന്നു. എടാ ദിവാകര, താൻ എന്നെ ചതിക്കുകയായിരുന്നല്ലോടോ. ദിവാകരനെന്നോ നരന്ത് ചെക്ക, ആരുമില്ലേ ഇവറ്റകളെ പിടിച്ചു പുറത്താക്കാൻ? ഞാൻ പോവാൻ തന്നെയാണോ നിൽക്കുന്നത്? എന്നെ ചതിച്ചെഴുതി വാങ്ങിയ ഇല്ലം തിരിച്ചു പിടിക്കാതെ ഈ മണ്ണ് വിട്ട് ഞാൻ പോവില്ല. അതും പറഞ്ഞു വിഷ്ണു വീടിൻ്റെ പുറത്തേക്ക് നടന്നു. കൂടെ രാവുണ്ണി നായരും. പുറത്തെത്തിയതിനു ശേഷം വിഷ്ണു തുടർന്നു. രാവുണ്ണിയേട്ടാ, നമ്മൾ ചതിക്കപ്പെട്ടല്ലോ. അവൻ ഇത്ര തരം താഴ്ന്നവനാണെന്ന് അറിയില്ലായിരുന്നു കുഞ്ഞെ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്ത് വില കൊടുത്തും ഇല്ല നമുക്ക് തിരിച്ചു പിടിക്കണം. വേണം കുഞ്ഞെ. ഒരിക്കലും അവൻ്റെയും രുദ്രൻ്റെയും കയ്യിലെത്തരുത്. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആരാണ് അയാൾ? ആ പേര് നല്ല കേട്ടുപരിചയം പോലെ തോന്നുന്നു. രുദ്രവർമ്മൻ. ഈ പേരെനിക്ക് പരിചിതമാണ്. ആരാണ് അദ്ദേഹം? കുഞ്ഞിനറിയാം ആളെ. അതേ രാവുണ്ണിയേട്ട, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര് എവിടെയോ. എവിടെയോ അല്ല, കുഞ്ഞിൻ്റെ ഇല്ലത്ത് തന്നെ. എൻ്റെ ഇല്ലത്തോ? വിഷ്ണു ഒരു സംശയഭാവത്തോടെ ചോദിച്ചു. അതേ കുഞ്ഞെ, അത് കുഞ്ഞിൻ്റെ മുത്തച്ഛൻ്റെ സഹോദരി പുത്രനാണ്. ആഭിചാരക്രിയകൾ ചെയ്ത് നാഗമാണിക്യം കൈക്കലാക്കാൻ നോക്കിയതിന് മുത്തച്ഛൻ പടിയടിച്ച് പിണ്ടം വെച്ചു എന്ന് പറയുന്നത് ഇദ്ദേഹത്തെയാണോ? അതെ, അത് ഇദ്ദേഹമാണ്.
ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ കൊച്ചിലെ എപ്പോഴോ ഒരു പഴമൊഴി പോലെ ഇദ്ദേഹത്തെ പറ്റി ആരോ പറഞ്ഞു തന്നിരുന്നു. കാണുന്നത് ആദ്യമാണ്. രുദ്രനും ദിവാകരനും ചേർന്ന് എന്തോ പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. അതേ രാവുണ്ണിയേട്ടാ, നാളെ രാത്രി എന്തോ പൂജയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. രാവുണ്ണിയേട്ടൻ കേട്ടില്ലേ? രുദ്രനും ദിവാകരനും ഒന്നാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒന്നുറപ്പിച്ചു. എന്തോ വലിയ ചതി നടക്കാൻ പോവുകയാണ്. അവരെന്ത് ചതി കാണിച്ചാലും ഞാൻ എനിക്ക് നേടേണ്ടത് നേടിയേ പോകും. എൻ്റെ ഇല്ലം അയാൾ ചതിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിയിരിക്കും. അല്ല, ഫൈസൽ മോൻ എന്തിയേ? ഞാനല്ലേ നിങ്ങളുടെ പുറകെ ഉള്ളത്. നീ എപ്പോൾ ഞങ്ങളുടെ പുറകിൽ കൂടി? ഞാൻ എപ്പോഴേ ഉണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങൾ രണ്ടും കൂടെ എന്തോ കുശലം പറയുന്നതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ വരാതിരുന്നേ. അത് കുശലമൊന്നും അല്ലടാ, നിന്നോടും കൂടെ പറയാം. നീ കേട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ പറ. വിഷ്ണു നടന്നതെല്ലാം ഫൈസലിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഫൈസലൊന്ന് ചിരിച്ചു. എന്താടാ നീ ചിരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ലടാ. നീ കാര്യം പറ. ഒന്നുമില്ലടാ. നീ കാര്യം പറയുന്നോ? വിഷ്ണു ചെറിയ ദേഷ്യഭാവത്തിൽ ഫൈസലിനോട് പറഞ്ഞു. എടാ, ഈ 3-4 ദിവസമായിട്ട് യക്ഷി ഇല്ലം എന്നൊക്കെ പറഞ്ഞ് ഉറക്കം കളഞ്ഞിട്ട് എന്തായിപ്പോ? എന്താവാൻ? എടാ, അങ്ങനെ ഒരു യക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ യക്ഷി എപ്പോഴേ പിടിച്ചേനെ. അല്ലടാ, അവൾക്ക് എന്തോ എന്നെ അറിയിക്കാനുണ്ട്. അതിനുവേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. പിന്നെ കാത്തിരിക്കുന്നൊന്ന് പോടാ. ഓരോ സ്വപ്നം കണ്ടതിൻ്റെ പുറകെ ഇറങ്ങിക്കോളും. നിന്നോട് ഞാൻ പറഞ്ഞോ കൂടെ വരാൻ? ഇല്ലല്ലോ. വിഷ്ണു പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇനി എൻ്റെ മേത്തേക്ക് കയറ്. കാര്യം വിട്. നമുക്ക് ഇല്ലം തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം അതാലോചിക്കുക. അതേ മക്കളെ, നിങ്ങളിങ്ങനെ പരസ്പരം പഴി പറയാതെ എന്താ വഴിയെന്ന് ചിന്തിക്കുക. വല്യങ്ങൂന്ന് ഉറങ്ങുന്ന മണ്ണാണ്. ഈ ചതിയന്മാരുടെ കയ്യിൽ ഒരിക്കലും എത്തരുത്. രാവുണ്ണിയേട്ട എങ്ങനെയാണ്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഇവർക്ക് എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് അറിയട്ടെ. നാളെ എന്തോ ഒരു പദ്ധതി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ബാക്കി. വാ കുഞ്ഞ്, നമുക്കെൻ്റെ വീട്ടിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? മൂവരും ചേർന്ന് രാവുണ്ണിനായരുടെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഇല്ലം വിഷ്ണു ശ്രദ്ധിച്ചു. വിഷ്ണു മനസ്സിൽ കണക്ക് കൂട്ടി. ഈ ഇല്ലം ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് ഞാൻ തിരികെ പിടിക്കും. രാവുണ്ണിനായരുടെ വീട്ടിലേക്ക് അവർ വരുന്നത് നോക്കി മകൾ സാവിത്രി നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, 3 പേർക്കും ഭക്ഷണം എടുക്കാമല്ലോ അല്ലേ? ഭക്ഷണം ഇപ്പോൾ വേണ്ട സാവിത്രി കുട്ടി, കുറച്ച് വെള്ളം തരൂ. വിഷ്ണു പറഞ്ഞത് കേട്ടില്ലേ മോളെ? കുഞ്ഞിന് വെള്ളം കൊടുക്ക്, നോക്കി നിൽക്കാതെ. ഇപ്പോൾ കൊടുക്കാം അച്ഛാ. അതും പറഞ്ഞ് സാവിത്രി വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് നടന്നു. രാവുണ്ണിയേട്ടാ, മുത്തച്ഛൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ എവിടെയാണെന്നൊന്ന് അറിയാമോ? അതെല്ലാം ഇല്ലത്ത് പൂജാമുറിയിൽ കാണും. അതൊക്കെ ആകെ പൊടി പിടിച്ച് നശിച്ചിരിക്കുകയാണ്. എന്താ കുഞ്ഞെ? അതെനിക്ക് വേണം. അതവിടെ വെച്ചിരിക്കുന്നത് അപകടമാണ്. അതിലുള്ള രഹസ്യങ്ങളെല്ലാം രുദ്രൻ്റെയും ദിവാകരൻ്റെയും കയ്യിലെത്തരുത്. അതിന് നമുക്കിപ്പോൾ അതിൽ കയറാൻ പറ്റില്ല. അമാവാസി നാളിൽ വിളക്ക് വെച്ച് കയറണം. എന്നാലേ അതെല്ലാം സ്പർശിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ സർപ്പം ദംശിക്കും. എന്താ രാവുണ്ണിയേട്ടൻ പറഞ്ഞത്? അമാവാസി നാളിൽ കയറണം, അല്ലെങ്കിൽ സർപ്പം ദംശിക്കും. നാളെ അമാവാസിയല്ലേ? അതേ കുഞ്ഞെ, അതിനെന്താ? ഇപ്പോൾ എൻ്റെ ഊഹം ശരിയാണ്. നാളെ അവർ ഇല്ലത്ത് കാണും, താളിയോല തട്ടിയെടുക്കാൻ. കൂടെ ഞാൻ പോലും കാണാത്ത നാഗമാണിക്യത്തിൻ്റെ ഉറവിടം തേടി അവർ വരും. കുഞ്ഞെന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നാളെ അറിയാം രാവുണ്ണിയേട്ടാ. ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക്. കുഞ്ഞെന്താ ആലോചിക്കുന്നത്? സമയം 11:30 കഴിഞ്ഞു. ഉറങ്ങണ്ടേ? ഉറക്കം വരുന്നില്ല രാവുണ്ണിയേട്ടാ. കാലത്തെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അവർ ചതിപ്രയോഗത്തിലൂടെ മാത്രം ജീവിക്കുന്നവരാണ്. അവരോട് മല്ലടിച്ച് നിൽക്കാൻ നമുക്കാവുമോ? അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എങ്ങനെ കുഞ്ഞെ ഇവരോട് പൊരുതി നിൽക്കും? എല്ലാം ദൈവകൃപയാൽ നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് പറ്റൂ രാവുണ്ണിയേട്ടാ. കുഞ്ഞു കിടക്കൂതാ, കിടക്ക വിരിച്ചിട്ടുണ്ട്. ഫൈസൽ ഉറങ്ങിയോ രാവുണ്ണിയേട്ടാ? ഫൈസൽ മോൻ ഉറങ്ങി. തെക്കേ മുറിയിൽ കിടക്കുന്നുണ്ട്. ഞാനെന്നാ കിടക്കട്ടെ. എന്തായാലും വരുന്നത് വരട്ടെ, അല്ലേ രാവുണ്ണിയേട്ടാ? അതേ കുഞ്ഞെ. കുഞ്ഞ് സമാധാനമായി ഉറങ്ങ്. വിഷ്ണു ഉറങ്ങാൻ കിടക്കയിലേക്ക് കിടന്നു. വിഷ്ണു പതിയെ നിദ്രയിലേക്ക് വീണു. പെട്ടെന്ന് വിഷ്ണുവിനെ ആരോ വിളിച്ചു. വിഷ്ണു. വിഷ്ണു കണ്ണുകൾ തുറന്നു. താനിപ്പോൾ ഇല്ലത്തുണ്ട്. നീ എന്നെ എന്തിനിങ്ങനെ പിന്തുടരുന്നു? ഒളിച്ചു നിൽക്കാതെ നിന്റെ മായയിൽ നിന്ന് പുറത്തു വാ. നിന്റെ ശബ്ദമല്ല എനിക്ക് കേൾക്കേണ്ടത്. നീ നേരിൽ വന്ന് സംസാരിക്കൂ. നിന്റെ ആവശ്യം അപ്പോൾ ഞാൻ നിറവേറ്റിത്തരാം. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ തരാം. പെട്ടെന്ന് തന്നെ അവിടമാകെ ഭീതി നിറയ്ക്കുന്ന നിലയിൽ കാറ്റ് വീശി. ഇല്ലത്തെ ജനലുകൾ കാറ്റിൽ ആടിയുലഞ്ഞു. വിഷ്ണു തെല്ലൊന്നു ഭയന്നു. വിഷ്ണു! പുറകിൽ നിന്നുള്ള വിളി കേട്ട് വിഷ്ണു തിരിഞ്ഞു നോക്കി. ആ രൂപം കണ്ട് വിഷ്ണു സ്വയം മറന്നു നിന്നു. സെറ്റ് മുണ്ടെടുത്ത് വിടർന്ന ചുണ്ടുകളും കണ്ണുകളും. ചുണ്ടുകൾക്ക് മാതളത്തിൻ്റെ നിറം. കണ്ണുകൾ പേടമാനിൻ്റെ കണ്ണുകൾക്ക് സമം. വിഷ്ണുവിൻ്റെ ഭയം അലിഞ്ഞില്ലാതെയായി. വിഷ്ണുവിൻ്റെ പേടിയൊക്കെ പോയോ? എൻ്റെ പേടി പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാനിപ്പോൾ ഇല്ലത്തില്ല. ഇതെല്ലാം നിന്റെ മായയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നീ പിന്നെയും എന്തിന് നിന്റെ മായാവലയത്തിൽ എന്നെ തളച്ചിടുന്നു? എന്തിനിവിടെ കൊണ്ടുവന്നു? വിഷ്ണുവിൻ്റെ പുറകിലൂടെ വരൂ, ഞാൻ പറയാം. നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. ഈ ഇല്ലത്തെ വേറെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ. എൻ്റെ ശക്തികളെല്ലാം ക്ഷയിച്ചിരിക്കുകയാണ്. അവരോട് പോരാടാൻ എനിക്ക് ഈ ശക്തി പോരാ. ആരോട് പോരാടുന്നതിനെപ്പറ്റി നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു കാലത്ത് കണ്ടില്ലേ അവരോട്? അതിനെന്തിനാ എൻ്റെ സഹായം? നീ യക്ഷിയല്ലേ?
നിനക്കുള്ള ശക്തിയുടെ പകുതി പോലും എനിക്ക് കാണില്ല. നിനക്കെന്നെ സഹായിക്കാൻ പറ്റും, നിനക്കേ പറ്റൂ. ഇവളിതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്ത് സഹായിക്കാനാ? വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. എന്താ വിഷ്ണു, മനസ്സിലൊരു സംശയമുള്ള പോലെ? ഒന്നുമില്ല, നിനക്കെന്നെ സഹായിക്കാൻ പറ്റും. അതിനാണ് നിന്നെ ഞാൻ ഇങ്ങ് വരുത്തിയത്. ശരി, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? ഇല്ലത്ത് ഇങ്ങനെ ഒരു അറയുള്ളത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ എന്നല്ല, നിന്റെ അച്ഛനോ വല്യച്ഛനോ ആരും തന്നെ കണ്ടു കാണില്ല. തറവാട്ടിലെ പാരമ്പര്യമായ മാന്ത്രികന് മാത്രമേ ഈ അറ അറിയുകയുള്ളൂ എന്നല്ല, പിൻതലമുറ മന്ത്രതന്ത്ര വിധികൾ നല്ലതിന് മാത്രം ഉപയോഗിക്കുമെന്ന് ഉറപ്പ് മുൻ മാന്ത്രികനുണ്ടായാൽ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അല്ല, ഇവിടെ എന്താണ് അതിന്? ആകെ ഇരുട്ട് മാത്രമേ ഉള്ളൂവല്ലോ. ഈ പൊടിയും മാറാലയുമൊക്കെ പിടിച്ചിരിക്കുന്ന ഈ അറയിൽ എന്താണുള്ളത്? എന്തായിരിക്കും? നീ ഇന്നലെ ഒരു സംശയം പറഞ്ഞിരുന്നല്ലോ. സംശയമോ? ഇന്നലെയോ? അത് വിഷ്ണുവിൻ്റെ ചുണ്ടുകളിലറി. അത് ഞാനൊരു സംശയം മാത്രം പറഞ്ഞെന്നുള്ളൂ. ഈ ഇല്ലത്ത് നാഗമാണിക്യമുണ്ടെന്ന് കൊച്ചിലെ കേട്ടിട്ടുണ്ട്, അത് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നോ? ഇവിടെയാണോ അത്? വിഷ്ണു സംശയഭാവത്തിൽ ചോദിച്ചു. അത് നിനക്കിന്ന് കാണണോ? സ്പർശിക്കാനോ സാധിക്കില്ല. നാളെ നിനക്കതിന് സാധിക്കും. ശരി, പക്ഷെ അതല്ല എൻ്റെ ചോദ്യം. ഒരു മാന്ത്രികൻ പോലുമല്ലാത്ത എനിക്ക് നീ എന്തിനീ അറ കാണിച്ചു തന്നു? ഇനിയും നിനക്കതിന് ഉത്തരം മനസ്സിലായില്ലേ? നിന്റെ മനസ്സിലെ സംശയത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ അവർ ഈ നാഗമാണിക്യം നാളെ തട്ടിയെടുക്കാനാണ് പൂജ ചെയ്യുന്നതല്ലേ? അതെ, നീ പറഞ്ഞത് ശരിയാണ്. നാളെ അവർ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നാഗമാണിക്യം കൊണ്ടുപോകില്ല. ഇത് സത്യം. ഈ വാക്ക് മാത്രമേ എനിക്ക് നിനക്ക് തരാനുള്ളൂ. വിഷ്ണു, അവിടേക്ക് നോക്കൂ. അത് പറഞ്ഞവൾ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഒരു പോത്തിന്റെ തലയുടെ ശില നിലത്ത് വീണ് ചിന്ന ഭിന്നമാകുന്നതാണ് വിഷ്ണു അവിടെ കണ്ടത്. പെട്ടെന്ന് അവൾ വിഷ്ണുവിൻ്റെ കൺമുമ്പിൽ നിന്നും മറഞ്ഞുപോയി. വിഷ്ണു പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഞാൻ എന്താ കണ്ടത്? ഏതാണ് ആ പോത്തിന്റെ തല? എന്തിനായിരിക്കും ആ ശില അവൾ കാണിച്ചത്? അതിലെന്തോ ഉണ്ട്. അപ്പോൾ നാഗമാണിക്യം ആ അറയിലുണ്ടോ? അത് അവരുടെ കയ്യിൽ എത്തരുതൊരിക്കലും. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തേടി വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. പിന്നീട് വിഷ്ണുവിന് ഉറങ്ങാനേ സാധിച്ചില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒരുപാട് കിടന്നു. നാളത്തെ ദിനം ചിലപ്പോൾ എൻ്റെ മരണമായിരിക്കാം. അവസാന ശ്വാസം എന്നെ വിട്ടുപോകുന്നതുവരെ എൻ്റെ ഇല്ലത്തിനു വേണ്ടി ഞാൻ പോരാടും. വിഷ്ണു ചിന്തകളിലേക്ക് മുഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും വിഷ്ണു അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാലത്ത് ഫൈസലിൻ്റെ ശബ്ദം കേട്ടാണ് വിഷ്ണു ഉണർന്നത്. എടാ, എന്തു ഉറക്കമാണ്? സമയം നോക്ക്, സൂര്യൻ ഉദിച്ചു. എന്തുവാടേ, നേരത്തിനും കാലത്തിനും എഴുന്നേറ്റൂടെ? ഗുഡ് മോർണിംഗ് ഡാ. നന്നായി അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്നലെ ശരിക്കും ഉറങ്ങിയപ്പോൾ ലേറ്റായി. എന്തൊക്കെയോ ചിന്തകളാവില്ല, നാഗയക്ഷിയെ സ്വപ്നം കണ്ടതായിരിക്കും. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വിഷ്ണു ഒരു ഞെട്ടലോടെ ഫൈസലിനോട് ചോദിച്ചു. അതെന്താ ഇത്ര പറയാനുള്ളത്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള കലാപരിപാടി ഇതല്ലേ. ഇത് മനസ്സിലാക്കാൻ എനിക്ക് PhD എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്ത് സ്വപ്ന കണ്ടത്? അത് വിഷ്ണു അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും രാവുണ്ണി നായർ അവിടേക്ക് കടന്നു വന്നു. കുഞ്ഞെഴുന്നേറ്റോ? ആ രാവുണ്ണിയേട്ടാ. മോളെ, വിഷ്ണു കുഞ്ഞിന് ചായ കൊടുക്ക്. സാവിത്രി വിഷ്ണുവിന് ചായയുമായി വന്നു. വിഷ്ണു ചായ കുടിച്ചു. രാവുണ്ണിയേട്ടാ, നമുക്ക് ഇല്ലത്തിപ്പോൾ തന്നെ പോകണം. അവിടെ ഒരു കാര്യമുണ്ട്. എന്താ കുഞ്ഞേ? അതൊക്കെ വഴിയേ പറയാം. ആദ്യം എനിക്കൊന്ന് കുളിക്കണം. കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുളിമുറിയിലേക്ക് നടന്നോളൂ, വെള്ളം ഇപ്പോൾ തന്നെ തരാം. വിഷ്ണു കുളി കഴിഞ്ഞ് വസ്ത്രം മാറി. അപ്പോൾ പോവാല്ലേ രാവുണ്ണിയേട്ടാ? എന്തിനാ കുഞ്ഞെ ഇപ്പോൾ പോകുന്നത്? അതൊക്കെയുണ്ട്. രാവുണ്ണിയേട്ടൻ വരുന്നോ ഇല്ലയോ? വരാം. കുഞ്ഞു പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഫൈസൽ ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ വരാം. ഞാനും വരുന്നടാ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. ഞങ്ങളിപ്പോൾ വരും, നീ ഇവിടെ ഇരുന്നാൽ മതി. എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ. വിഷ്ണുവും രാവുണ്ണി നായരും കൂടി ഇല്ലത്തേക്ക് നടന്നു. രാവുണ്ണിയേട്ടാ, ഇല്ലത്ത് പൂജാമുറിക്ക് സമീപം ഒരു രഹസ്യ അറയുണ്ട്. അതിലെവിടെയോ നാഗമാണിക്യമുണ്ട്. അത് കൈക്കലാക്കാനാണ് അവർ വരുന്നത്. നാഗമാണിക്യമോ? ഇല്ലത്തോ? രാവുണ്ണി നായർ അത്ഭുതത്തോടെ പറഞ്ഞു. അതെ, നമ്മുടെ ഇല്ലത്ത് ഇങ്ങനെ ഒരു അറയുള്ളത് ഞാനിതുവരെ കണ്ടിട്ടുമില്ല. നാഗമാണിക്യം അവിടെയുള്ളത് ഇത്ര വർഷം ഞാനിവിടെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞിനെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം രാവുണ്ണിയേട്ടാ. പക്ഷേ അമാവാസ സമയത്ത് ഗന്ധർവയാമത്തിലെ നമുക്കത് സ്പർശിക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാൽ അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതിനിപ്പോഴേ പോണ കുഞ്ഞെ, സന്ധ്യയ്ക്ക് പോയാൽ പോരെ? ഇല്ല രാവുണ്ണിയേട്ടാ, അവർ ചതിയന്മാരാണ്. നമ്മളെ ഏത് വിധേനയും അവിടെ നിന്ന് അടുപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. നമുക്ക് അതിനു മുമ്പ് ഇല്ലത്ത് കയറണം. എത്രയും പെട്ടെന്ന് നാഗമാണിക്യം കൈക്കലാക്കി നമുക്ക് അവിടെ നിന്നും ഇറങ്ങണം. എന്നിട്ട് ആ നാഗമാണിക്യം എവിടെ വയ്ക്കാനാണ്? അത് എവിടെ വയ്ക്കണമെന്നൊക്കെ വഴിയേ അറിയാം. തൽക്കാലം നമുക്ക് അത് അവരുടെ കൈകളിൽ പെടാതെ പുറത്തെങ്ങനെ എത്തിക്കുമെന്നതിനെ പറ്റി ചിന്തിക്കാം. ഇരുവരും നടന്ന് ഇല്ലത്തെത്തി. ഇല്ലത്തിൻ്റെ വാതിൽ തുറന്ന് വിഷ്ണു ഉള്ളിൽ കയറി. രാവുണ്ണിയേട്ടാ, എവിടെയാണ് വിളക്കുകളൊക്കെ വച്ചിരിക്കുന്നത്? അതെല്ലാം തുടച്ചു വയ്ക്കണം. രാവുണ്ണിയേട്ടന് പേടിയുള്ളതല്ലേ, പുറത്ത് നിന്നാൽ മതി. ഞാനെല്ലാം ചെയ്തോളാം. എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇല്ല കുഞ്ഞേ, ഈ ഇല്ലത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എനിക്കിപ്പോൾ ഭയമില്ല. കുഞ്ഞിൻ്റെ കൂടെ ഞാനുണ്ട്. മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ മരിക്കും. രാവുണ്ണി നായർ വിഷ്ണുവിൻ്റെ ഒപ്പം ഇല്ലത്തേക്ക് കയറി.
ഇരുവരും ചേർന്ന് വിളക്കുകളെല്ലാം തുടച്ചു വെച്ചു. കുഞ്ഞെ, ഇനി പൂജാമുറി ഒന്ന് വൃത്തിയാക്കണം. ആ, ഞാനും വരാം രാവുണ്ണിയേട്ടാ, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നേ. കുഴപ്പമില്ല കുഞ്ഞെ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പോൾ നാഗയക്ഷി നാഗങ്ങളൊക്കെ ആ ഭയം പോയോ രാവുണ്ണിയേട്ടൻ്റെ? പോയി. ഇപ്പോൾ ഭയമില്ല കുഞ്ഞെ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. കുഞ്ഞിൻ്റെ മുത്തച്ഛന് വേണ്ടി നല്ലത് ചെയ്തിട്ടാവുമ്പോൾ സന്തോഷത്തോടെ മരിക്കാൻ തയ്യാറാണ് ഞാൻ. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? രാവുണ്ണിയേട്ടാ, നിങ്ങളുടെ ഈ ആത്മാർത്ഥത പോലും എൻ്റെ വല്യച്ഛന് ഈ കുടുംബത്തിനോട് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അത് വിടു കുഞ്ഞെ, ഞാൻ പോയി പൂജാമുറി വൃത്തിയാക്കട്ടെ. രാവുണ്ണി നായർ പൂജാമുറിയിലേക്ക് നടന്നു. വിഷ്ണു ബാക്കി വിളക്കുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് രാവുണ്ണി നായരുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടത്. വിഷ്ണു പൂജാമുറിയിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ വിഷ്ണു കണ്ട കാഴ്ച നിലത്ത് കിടക്കുന്ന രാവുണ്ണി നായരെയാണ്. എന്തു പറ്റി രാവുണ്ണിയേട്ടാ? പെട്ടെന്നാണ് എന്തോ ശക്തിയായി വിഷ്ണുവിൻ്റെ തലയ്ക്ക് പിറകിലടിച്ചത്. കണ്ണു തുറന്നപ്പോൾ ചുറ്റുമാകെ ഇരുട്ട് മാത്രം. താനിപ്പോൾ എവിടെയാണെന്ന് പോലും വിഷ്ണുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാനിത് എവിടെയാ രാവുണ്ണിയേട്ടനെവിടെ? വിഷ്ണു മനസ്സിൽ സ്വയം പറഞ്ഞു. വിഷ്ണു പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് തൊട്ടപ്പുറത്ത് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം വിഷ്ണു കേട്ടത്. വിഷ്ണു അതിന് കാതോർത്തു. ഈ ചെക്കൻ ഇതെങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു? ഈ രാമപ്പൻ ഇവരില്ലത്ത് കയറുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ അറിയും അവരിവിടെ ഉള്ളത്? നമ്മളിവിടേക്ക് രാത്രിയെ വരൂ. അപ്പോഴേക്കും ചെക്കൻ എടുക്കാനുള്ളത് എടുത്തിട്ട് പോയേനെ. എന്തെടുക്കാനാ ദിവാകര? ഒരു നല്ല ദിവസം നരബലി നല്ലതല്ലേ? അതും ഈ തറവാട്ടിലെ ഒരു അംഗമാവുമ്പോൾ. അത് ശരിയാ, ഇവനോടുകൂടി ഇല്ലമില്ലാതാവും. ഈ തലമുറയോടെ എല്ലാം തീരും. വാ, നമുക്ക് ചെക്കൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ചത്തിട്ടില്ലടാ പട്ടി. ഞാൻ അങ്ങനെ ചാവുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. വിഷ്ണു അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു കൂവി. ദിവാകരനും രുദ്രനും രാമപ്പനും വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്നു. എന്താ അവൻ്റെ വാശി? മരണം മുന്നിൽ കണ്ടാലും പകയ്ക്കാതെ നിൽക്കും. എന്ത് ചെയ്യാനാ ചെക്ക? ആയുസ് തീർന്നില്ലേ? 3 നേരം ഭക്ഷണം കഴിച്ചാൽ ബാംഗ്ലൂരെങ്ങാനും നിന്നാൽ പോരായിരുന്നോ? അപ്പോൾ ചെക്കനെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട്. അല്ലാതെ എന്ത് പറയാൻ? ഇവൻ്റെ മുത്തച്ഛനെ പോലെ ഇവിടെ കിടന്ന് മരിക്കാൻ ഇവൻ്റെയും വിധി. മര്യാദക്ക് ഈ ഇല്ലം നല്ല വിലയ്ക്ക് ഞാൻ ചോദിച്ചതല്ലേ? അപ്പോൾ നിനക്കൊരു സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ സമാധാനമായോ? അയാളുടെ പൈശാചിക മുഖഭാവം കണ്ട് വിഷ്ണു ആകെ അമ്പരന്ന് പോയി. എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? ഈ ഇല്ലത്ത് നിന്നല്ലേടാ നീയൊക്കെ വളർന്നത്? വാ അടയ്ക്കടാ പീറ ചെറുക്ക. പണ്ടെൻ്റെ അച്ഛൻ വിശന്നിരിക്കുന്ന എനിക്ക് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ പറമ്പിൽ നിന്ന് കുറച്ച് പഴം ഉരിഞ്ഞെന്ന് പറഞ്ഞ് ഇവിടുത്തെ തമ്പുരാക്കന്മാരൊക്കെ ചേർന്ന് അച്ഛനെ കെട്ടിയിട്ട് തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടും നിന്റെ മുത്തച്ഛൻ എൻ്റെ മുന്നിലിട്ട എൻ്റെ അച്ഛനെ പട്ടിയെ തല്ലുന്ന പോലെ കെട്ടിയിട്ട് തല്ലിയത്. അന്ന് ഈ രുദ്രന ഒരു കീഴ്ജാതിക്കാരനായിട്ട് പോലും എന്നെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചത്. അന്ന് തുടങ്ങിയ പകയാണ് നിന്റെ കുടുംബത്തോട്. എടോ, തൻ്റെ മോനെ ഒരു കീഴ്ജാതിക്കാരനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ കൂടെയല്ലോടോ ഞാൻ കളിച്ചു വളർന്നത്. എന്നിട്ടും താനിത് എന്നോട് ചെയ്തല്ലോടോ. എൻ്റെ മുത്തച്ഛനെ കൊന്ന് എൻ്റെ അച്ഛനെ പുറത്താക്കി തൻ്റെ കൂടെ നിന്ന വല്യച്ഛനെ വരെ ഈ ഗതിയിലുമാക്കി. എന്നിട്ടും തനിക്ക് മതിയായില്ലടോ. പെട്ടെന്ന് ദിവാകരനും രുദ്രനും ഒരു ഞെട്ടലോടെ ഒരു നിമിഷം മൗനമായി നിന്നു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? വിഷ്ണുവിന് അപ്പോഴാണ് തൻ്റെ നാവിൽ നിന്നുമെന്ന അബദ്ധത്തെപ്പറ്റി ഓർമ്മ വന്നത്. അത് രുദ്ര, നീ പറഞ്ഞത് ശരിയാണ്. ഇവൻ്റെ ഒപ്പം ഏതോ ഒരു ശക്തി കൂടിയുണ്ട്. അല്ലാതെ ഇവൻ ഇതൊന്നും അറിയാൻ വഴിയില്ല. നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇവനെ വകവരുത്താൻ നിന്റെ മായയിൽ ഇവൻ്റെ കൺമറച്ച് സ്റ്റെയറിൽ നിന്നും വീഴ്ത്താൻ നോക്കി. വണ്ടി കൊണ്ട് ഇടിപ്പിക്കാൻ നോക്കി. ഒന്നും ഇവനെ ഏറ്റില്ല. അപ്പോൾ ഇവൻ്റെ കൂടെ എന്തോ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അതൊക്കെ നീ ചെയ്തതാണല്ലേടാ? അതേടാ, ഇങ്ങോട്ട് നീ വണ്ടി കയറുന്നത് മുതൽ ഞങ്ങൾക്കറിയാം. എല്ലാം ഈ രുദ്രൻ്റെ ധ്യാനദൃഷ്ടിയിൽ ഇവിടെ മനസ്സിലാവും. പക്ഷെ ഇടയ്ക്കെപ്പോഴോ നിന്നെ ആരോ രക്ഷിച്ചെടുക്കുന്നു. അത് രുദ്രൻ പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ അത് ബോധ്യമായി. വേറെ ആരുമല്ലടാ, ഇവിടുത്തെ ദേവത നാഗയക്ഷി തന്നെയാടാ എന്നെ രക്ഷിച്ചത്. എന്നാലേ നിന്നെ ഇപ്പോൾ ഒന്ന് രക്ഷിക്കാൻ പറയടാ നിന്റെ നാഗയക്ഷിയോട്. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഗന്ധർവയാമം തുടങ്ങും. അതിൽ ഞങ്ങൾ നാഗമാണിക്യം കൈക്കലാക്കി നീക്കും. നീയും നിന്റെ രാവുണ്ണി നായരും ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. വാ രുദ്ര, നമുക്ക് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ഇവനിവിടെ കിടക്കട്ടെ. രാമപ്പ, രാവണിയെ കൂടി ഈ മുറിയിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഈ മുറി പുറത്തു നിന്നും പൂട്ടിയേക്ക്. ശരി മുതലാളി. രാമപ്പൻ രാവണിയെ താങ്ങിയെടുത്ത് വിഷ്ണുവിൻ്റെ ഒപ്പം കിടത്തി. എടോ, നിങ്ങളൊക്കെ കൂടി ഇയാളെ കൊന്നോ? കൊന്നിട്ടില്ലടാ. എങ്ങനെ കൊല്ലണമെന്നാ ഇപ്പോൾ ചിന്തിക്കുന്നത്? നേരത്തെ രുദ്രൻ പറഞ്ഞ പോലെ നരബലി നടത്തണോ എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. നാടിനും വേണ്ട വീടിനും വേണ്ടാത്ത നിന്നെ കൊണ്ടൊക്കെ ഇങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ, അല്ലേ രുദ്ര? ഇവരിവിടെ കിടക്കട്ടെ. നമുക്ക് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. ദിവാകരൻ വാ. 3 പേരും ചേർന്ന് വാതിൽ പൂട്ടിപ്പോയി. വിഷ്ണുപതിയെ രാവുണ്ണി നായരെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ബോധം നന്നായി മറഞ്ഞിരിക്കുന്നുവെന്ന് വിഷ്ണുവിന് മനസ്സിലായി. ഞങ്ങളിവിടെ കിടന്ന് ചാവുമോ ഈശ്വര? ഞങ്ങളെ കാക്കാൻ ആരുമില്ലേ ഭഗവാനെ? വിഷ്ണു കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വാതിൽ പതിയെ തുറന്നു. ആരാണ് തുറന്നതെന്ന് വിഷ്ണു ശ്രദ്ധിച്ചു നോക്കി. ഫൈസലെ, നീ എങ്ങനെ? നിങ്ങൾ കാണാതെ നിങ്ങളുടെ പുറകെ ഞാനുണ്ടായിരുന്നു. നീ വരണ്ട എന്ന് പറഞ്ഞാലും നിന്നെ തനിച്ചു വിടാൻ എനിക്ക് പറ്റുമോടാ? ഈ ഇല്ലത്തിന് പുറത്ത് ആ വലിയ മാവിൻ്റെ പുറകിൽ നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ഞാൻ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു.
നിങ്ങൾ ഇല്ലത്ത് കയറി കഴിഞ്ഞ് ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലത്ത് കയറാൻ വന്നപ്പോഴാണ് ഒരു 2-3 പേര് ഇല്ലത്തിൻ്റെ പുറകിലൂടെ പോകുന്നത് കണ്ടത്. നിങ്ങളെ തല്ലി ബോധം കെടുത്തിയതൊക്കെ ഞാൻ കണ്ടു. ഞാൻ നിസ്സഹായനായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തൊട്ട് അവരറിയാതെ ഇവിടെ ഒളിച്ച് ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. എവിടെ രക്ഷപ്പെടാൻ? നാഗമാണിക്യം കൈക്കലാക്കാനാണ് അവരുടെ ശ്രമം. അത് തടഞ്ഞേ പറ്റൂ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പുറത്ത് കിടക്കാൻ നോക്കാം വേഗം. നീ ആദ്യം എൻ്റെ കയ്യിലെയും കാലിലെയും കെട്ടഴിക്കേ. ഫൈസൽ വിഷ്ണുവിൻ്റെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു. രാവുണ്ണിയേട്ടൻ്റെ ബോധം വീണിട്ടില്ല, എന്ത് ചെയ്യും നമ്മൾ? നീ പുള്ളിയുടെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് ഞാൻ പോയി ഇവിടെ വെള്ളം കിട്ടുമോ എന്ന് നോക്കട്ടെ. ഫൈസലേ, സൂക്ഷിച്ച്, അവരെങ്ങാനും കണ്ടാൽ നിന്നെ വച്ചേക്കില്ല. ഇല്ലടാ, അവരറിയാതെ ഞാൻ വന്നോളാം. ഇത്ര നേരം അവരറിയാതെ ഞാനിവിടെ നിന്നില്ലേ? ശരി. ഫൈസൽ വെള്ളമെടുക്കാൻ മുറിക്ക് പുറത്തേക്ക് പോയി. വിഷ്ണു രാവണ്ണിനാരയുടെ കെട്ടുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അപ്പോഴേക്കും ഫൈസൽ തിരികെ എത്തി. നീ വന്നോ? ഈ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് മുഖത്തൊഴുകി പുള്ളിയുടെ. വിഷ്ണു കയ്യിൽ കുറച്ച് വെള്ളമെടുത്ത് രാവണ്ണിനായരുടെ മുഖത്ത് തെളിയിച്ചു. ഞാൻ ഇതെവിടെയാ? അപ്പോഴേക്കും വിഷ്ണു രാവണ്ണിനായരുടെ മുഖം കൂട്ടിപ്പിടിച്ചു. ശബ്ദമുണ്ടാക്കാതെ രാവണ്യേട്ടാ. വിഷ്ണു നടന്ന കാര്യങ്ങൾ ഓരോന്നായി രാവണ്ണിനായരോട് പറഞ്ഞു. ഫൈസലേ, നീ രാവണ്യേട്ടനെ വീട്ടിലാക്ക്. ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട. ഇവിടുത്തെ കാര്യം ചത്താലും ജീവിച്ചാലും ഞാനിനി ഒറ്റക്കായി നോക്കിക്കോളാം. രാവണ്യേട്ടൻ ഇതിലേക്ക് വലിച്ചിട്ടല്ലോ എന്നൊരു സങ്കടമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ വിഷമവുമില്ല. നീ പുള്ളിയെ വീട്ടിലാക്ക്. വേണ്ട കുഞ്ഞെ, ഞാൻ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ട്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഫൈസൽ രാവണ്യേട്ടനെ കൊണ്ടുപോകൂ. കുഞ്ഞേ, രാവണ്യേട്ടൻ നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ എനിക്കറിയാം. നിങ്ങളെയും കാത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവളുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക്. ഞാൻ വരും, തീർച്ച. വാ രാവണ്യേട്ടാ, ഞാൻ കൊണ്ടാക്കാം. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഞാൻ തിരികെ വന്നോളാം. നീയും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യം നോക്കിക്കോളാം. ഒറ്റയ്ക്ക് നോക്കാൻ വന്നിട്ട് ഇപ്പം എന്തായി? ഇപ്പോൾ കൂടുതൽ വാശി വേണ്ട. രാവണ്യേട്ടനെ വീട്ടിലാക്കിയിട്ട് ഞാനിപ്പോൾ തന്നെ തിരികെ വരും. ശരി, നീ പോയിട്ട് വാ. ഫൈസൽ രാവണ്യേട്ടനുമായി പതിയെ ഇല്ലത്ത് നിന്നും ഇറങ്ങി. വിഷ്ണു ദിവാകരൻ്റെയും രുദ്രൻ്റെയും അരികിലേക്ക് നടന്നു. വിഷ്ണു അവരറിയാതെ അവരെ മാറി വീക്ഷിച്ചു. അവർ പൂജയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. ദിവാകര, ചെക്കനെ കാളിപൂജയ്ക്ക് ബലി കൊടുക്കാം. അവൻ്റെ രക്തത്തിൽ തന്നെ ഈ ഇല്ലം ഇല്ലാതാവട്ടെ. നാഗമാണിക്യവും താളിയോല ഗ്രന്ഥങ്ങളും കൈക്കലായാൽ നമുക്കുടനെ ഇത് ഇടിച്ചു പൊളിച്ച് കളയാം. എന്തേ? അത് ഞാൻ രുദ്രനോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ചെക്കൻ്റെയും രാവണിയുടെയും ചത്ത ശരീരങ്ങൾ ഇവിടെ തന്നെ ഇട്ട് കത്തിക്കാം. എന്താ? അത് മതിയല്ലോ. നിന്റെ കയ്യിലെ ഈ മാന്ത്രികദണ്ഡ് ഉള്ളിടത്തോളം കാലം ഒരു നാഗയക്ഷിയും നമ്മളെ തൊടില്ല. ഒരു യക്ഷി. അവളെ ആവാഹിച്ചു വരുത്തി അവളെ കൊണ്ട് തന്നെ ഞാൻ മാണിക്യം പിടിപ്പിക്കും. എന്നിട്ട് അവളെ ബന്ധനസ്ഥയാക്കി അവളെ ഞാൻ ഭോഗിക്കും. എന്തൊരു മനസ്ഥിതി ഉള്ളവരാണിവർ, വിഷ്ണു സ്വയം മനസ്സിൽ പറഞ്ഞു. വിഷ്ണു അപ്പോഴാണ് രുദ്രന്റെ കയ്യിലെ ദണ്ടിലേക്ക് നോക്കിയത്. അല്ല, അതിലൊരു പോത്തിന്റെ തല. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട പോത്തിന്റെ തല ഈ ദണ്ടാണോ? അപ്പോൾ അവൾ പറയുന്നത് ഈ ദണ്ട് നശിപ്പിക്കണമെന്നാണ്. വിഷ്ണു അതിനെപ്പറ്റി ആലോചിച്ചു. അവരുടെ ബാക്കി സംസാരം ശ്രദ്ധിച്ചു. ദിവാകര, അവൾ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വരാൻ ഭയമാണ് അവൾക്ക്. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടി. നിന്റെ വിശ്വരൂപം ഞങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ. നീ വന്നില്ലെങ്കിൽ പൂജ തുടങ്ങട്ടെ. വരുത്താൻ എനിക്കറിയാം. രുദ്ര, പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാമായി. ഇനി പൂജ തുടങ്ങാമല്ലേ? ദിവാകര, നിലവറയിലുള്ള താളിയോലകൾ എടുത്തു വരൂ. രാമപ്പ, പോയി അതെല്ലാം എടുത്തു വരൂ. മുതലാളി കൂടെ വാ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. ഇങ്ങനൊരു പൊട്ടൻ. യക്ഷിയൊന്നും വരില്ല. നമ്മുടെ കൂടെ ഉള്ളത് ആരാ? അവളുടെ ഒരു മായാജാലവും ഇവിടെ വില പോവില്ല. എന്നാലും എനിക്കൊരു പേടി മുതലാളി. മുതലാളിയും കൂടെ വാ. ഇങ്ങനൊരു ജന്തു. ഞാനും വരാം. രുദ്ര, ഞാനിവൻ്റെ കൂടെ പോയിട്ട് വരാം. പോയിട്ട് വരൂ. ഞാനപ്പോഴേക്കും കർമ്മങ്ങൾ തുടങ്ങി വയ്ക്കാം. വിഷ്ണു അവരെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു തക്കം കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരവസരത്തിനായി കാത്തിരിക്കാം. രുദ്ര, അതാ താളിയോലകൾ. ഈ തട്ടിലേക്ക് വെച്ചേക്ക്. അല്പസമയത്തിനുള്ളിൽ ഗന്ധർവയാമം തുടങ്ങും. അതിനുശേഷം ഈ താളിയോലകളിൽ നിന്നും സിദ്ധി ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അജയ്യനാണ്. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. പിന്നെ ഇവിടുത്തെ യക്ഷി എൻ്റെ ദാസിയാണ്, വെറും ദാസി. അങ്ങനെ തന്നെ വേണം രുദ്ര. പൂജ തുടങ്ങുകയായി. എല്ലാവരും കണ്ണുകളടച്ച് കാളിയെ പ്രാർത്ഥിക്കൂ. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യെസ്, ഇതാണ് അവസരം. ഇതിനേക്കാൾ നല്ല സമയം ഇനി കിട്ടിയെന്ന് വരില്ല. വിഷ്ണു പതിയെ രുദ്രന്റെ അടുത്തേക്ക് നടന്നു. രുദ്രന്റെ അരികിൽ നിന്നും ദണ്ടെടുത്ത് ചുമരിലേക്ക് ആഞ്ഞടിച്ചു. രുദ്രനും ദിവാകരനും ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്നു. ദണ്ട് 2 കഷ്ണമായി മാറി. എടാ, നീ എന്താടാ ചെയ്തേ? രുദ്രൻ അലറിക്കൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് പാഞ്ഞു. രാമപ്പ, വെട്ടി അരിയടവനെ. രാമപ്പൻ വാളെടുത്ത് വിഷ്ണുവിനെ വെട്ടാനോങ്ങിയതും അതൊരു നാഗമായി മാറി. അയാളുടെ കയ്യിൽ തന്നെ കടിച്ചു. മുതലാളി, പാമ്പ് കടിച്ചു. അയാൾ പതിയെ കുഴഞ്ഞു വീണു. ഇത് കണ്ട രുദ്രൻ പറഞ്ഞു, ദിവാകര, നമ്മുടെ ശക്തി നശിച്ചിരിക്കുന്നു. നാഗയക്ഷിയോട് മത്സരിക്കാൻ നമുക്കിപ്പോൾ ആവില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് അപകടമാണ്. ഇരുവരും പുറത്തേക്ക് ഓടി. പുറത്തിറങ്ങി അവർ കണ്ടത് ഒരു കൂട്ടം നാഗങ്ങളെയാണ്. അതെല്ലാം അവരുടെ അടുത്തേക്ക് പാഞ്ഞു. ദിവാകരനും രുദ്രനും തിരികെ ഇല്ലത്തേക്ക് തന്നെ ഓടി. നാഗങ്ങൾ അവരുടെ പുറകെ ഇഴഞ്ഞുകൊണ്ടുവന്നു. അവർ ഓടിച്ചെന്നെത്തിയത് അവസാനം തെക്ക് ഭാഗത്തുള്ള രഹസ്യ അറയുടെ പുറത്താണ്. ദിവാകര, ചവിട്ടി തുറക്കിയത്, അല്ലെങ്കിൽ നാഗങ്ങൾ നമ്മെ കുത്തിക്കീറും.
ഇരുവരും ചേർന്ന് അറയുടെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ പറ്റുന്നില്ല. അവർ നോക്കി നിൽക്കെ ആ നാഗങ്ങൾ കൂടി ചേർന്ന് യക്ഷിയായി മാറി. അവർക്ക് പുറകിലായി വിഷ്ണുവും. അവളുടെ രൂപം കണ്ട് വിഷ്ണു ആകെ ഭയന്നു. സുന്ദരമായ വിഷ്ണു സ്വപ്നത്തിൽ കണ്ട രൂപമേ അല്ല അവൾക്ക്. അവളുടെ ശരീരം പാമ്പിൻ്റേതുപോലെയാണ്. നിതംബം വരെ നീണ്ടു കിടക്കുന്ന അവളുടെ മുടിയൊന്നും തന്നെ കാണാനില്ല. അവൾക്ക് മുമ്പിൽ പേടിച്ചു വിറച്ച് തൊഴുതുകൊണ്ട് ദിവാകരനും രുദ്രനും. നാഗയക്ഷി മഹാമായെ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ. ആ കാലിൽ വീണ് ഞങ്ങൾ മാപ്പ് പറയാൻ, കൊല്ലരുത്. എന്നെ ദാസിയാക്കണ്ടേടാ നിനക്ക്, എന്നെ ഭോഗിക്കണ്ടേ നിനക്ക്, നാഗമാണിക്യം കൈക്കലാക്കണ്ടേ നിനക്ക്. ദേവി, എല്ലാം ഈ രുദ്രനാണ് ചെയ്തത്. ഞാൻ പെട്ടുപോയതാണ്, എന്നെ ഒന്നും ചെയ്യരുത്. ദിവാകരൻ കേണപേക്ഷിച്ചു. നിങ്ങൾ രണ്ടുപേരും ജീവിക്കാൻ അർഹരല്ല. നിങ്ങളിവിടെ വരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ വന്നത് മരണത്തിലേക്കാണ്. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അതും പറഞ്ഞുകൊണ്ട് അവൾ വലുതാവാൻ തുടങ്ങി. അവളുടെ കാലുകൾ വലിയ വാലായി മാറി. അവളുടെ കൈകൾ ഉടലിനോട് ചേർന്ന് നീണ്ടു. അവളുടെ ശരീരം നാഗങ്ങളുടെ പോലെയായി വളർന്നു. 5 തലകളുള്ള ഒരു വലിയ നാഗമായി മാറി അവൾ. അത് കണ്ട് അവർ ഇരുവരും വാവിട്ടലറി. ആ നാഗം പാഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇരുവരും പുറത്തേക്ക് വീണ്ടും ഓടാൻ ശ്രമിച്ചെങ്കിലും അവൾ വാലുകൊണ്ട് അവരെ അടിച്ചു വീഴ്ത്തി. വീണ് കിടന്ന രുദ്രന്റെ ശരീരത്തിലൂടെ അവൾ ഇഴഞ്ഞ് രുദ്രനെ അവൾ വട്ടമിട്ട് മുറുക്കി. അവളുടെ ശരീരം രുദ്രന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരുന്നു. രുദ്രൻ ചോര തുപ്പിക്കൊണ്ട് തൽക്ഷണം മരിച്ചു. ഇതെല്ലാം കണ്ട് ദിവാകരൻ ശ്വാസം അടക്കി പിടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അയാളുടെ കഴുത്തിൽ ആഞ്ഞുകുത്തി അയാളെ വലിച്ചെറിഞ്ഞു. 5 തലകളും ചേർന്ന് ഒറ്റ തലയായി മാറി അവൾ. വാ തുറന്ന് ദിവാകരന്റെ തല കടിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. അവിടമാകെ ചോരയുടെ ഗന്ധം നിറഞ്ഞു. പതിയെ ചേതനയേറ്റ ശരീരങ്ങൾ ആരോ തീവച്ച പോലെ തനിയെ കത്തി അമരുന്നത് വിഷ്ണു കണ്ടു. അവൾ പതിയെ വിഷ്ണുവിന്റെ അരികിലേക്ക് തിരിഞ്ഞു. ഇതെല്ലാം കണ്ട് വിഷ്ണു ആകെ ഭയന്നുപോയി. അവൾ വിഷ്ണുവിന്റെ മുഖത്തിന് നേരെ തലതിരിച്ചു. വിഷ്ണു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പതിയെ സ്ത്രീരൂപത്തിലേക്ക് വന്നു. നിതംബം മറഞ്ഞു കിടക്കുന്ന കാർക്കൂന്തൽ, വിടർന്ന ചുണ്ടുകൾ, വിരിഞ്ഞ കണ്ണുകൾ, ശംഖ് കടഞ്ഞെടുത്ത പോലെയുള്ള മേനി. വിഷ്ണുവിന് ഇത്ര നേരം തോന്നിയ ഭയമെല്ലാം പോവാൻ ഈ രൂപം മതിയായിരുന്നു. എന്താ വിഷ്ണു നോക്കുന്നത്? ഇല്ല, നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ അറിയാതെ മയങ്ങിപ്പോകുന്നു. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീയെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. കുറച്ചു മുമ്പ് വരെ നിന്റെ കണ്ണുകളിൽ കണ്ട ഭയം അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്. അത് ശരിയായിരിക്കാം. പക്ഷേ ഈ രൂപം എന്നെ വല്ലാതെ നിന്നിലേക്ക് അടുപ്പിക്കുന്നു. നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ? ഇല്ല വിഷ്ണു, നിനക്ക് എന്നോടുള്ള പ്രണയം എനിക്ക് നിന്റെ മുഖത്ത് കാണാനുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ നീ എനിക്ക് എന്തിനു മോഹം നൽകി? നിന്റെ സഹായം എനിക്ക് വേണമായിരുന്നു. ഇവരെ എതിർത്ത് നിൽക്കാൻ ഈ കുടുംബത്തിലെ അവശേഷിക്കുന്ന ആൺതരി എന്ന നിലയിൽ നീയേ ഉള്ളൂ. നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഇവരെപ്പോലുള്ള നീചന്മാരുടെ കയ്യിൽ ഈ ഇല്ലം എത്തിപ്പെടരുത്. ഈ അറയിലെ നാഗമാണിക്യം അവിടെ തന്നെ നീ സൂക്ഷിക്കണം. ഈ ഇല്ലം പഴയ പോലെ ആകണം. നാഗത്തറയിൽ എന്നും വിളക്ക് തെളിയണം. ഇവിടെ ഐശ്വര്യം കളിയാടണം. ഞാൻ നാഗത്തറയിലേക്ക് തിരികെ പോവുകയാണ്. ഇനി വരില്ലേ? നിന്നോടൊപ്പം തന്നെ ഞാനുണ്ട്. അതും പറഞ്ഞു വിഷ്ണു നോക്കി നിൽക്കെ അവൾ മാഞ്ഞുപോയി. എടാ, എന്താണ് ഇവിടെ ഉണ്ടായത്? അത് ഫൈസലായിരുന്നു. അത് എന്തൊക്കെയോ എല്ലാം വിശദമായി ഞാൻ പറയാം. നീ വാ, നമുക്ക് പോകാം. പിറ്റേന്ന് കാലത്ത്, രാവുണ്ണേട്ടാ, ഞങ്ങളപ്പോൾ ഇറങ്ങട്ടെ. കുഞ്ഞിപ്പോൾ പോവാണോ? ഇനി എന്നാ ഇങ്ങോട്ട്? ഉടനെ തന്നെ വരും. ഇനി ഇവിടെ ഉണ്ട് ഞാൻ. രാവുണ്ണേട്ടനും മക്കളും ഇല്ലത്ത് വേണം ഇനി മുതൽ. നിങ്ങളവിടെ നിന്നാൽ മതി. ആ ഇല്ലം പഴയ പോലെ ആവണം. ഞാൻ അമ്മയെയും കൊണ്ട് ഉടനെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഒരു കാര്യം കൂടി, വല്യച്ഛനെയും വല്യമ്മയെയും കൂടി കൊണ്ടുവന്നോളൂ. അവരിനി ഇവിടെ താമസിച്ചാൽ മതി. കുഞ്ഞേ, രാവുണ്ണി നായർ വിഷ്ണുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി. നമ്മളെല്ലാം മനുഷ്യരല്ലേ രാവുണ്ണിയേട്ടാ? ഒരു ജന്മം കൊണ്ട് ചെയ്ത തെറ്റുകൾ അദ്ദേഹം സ്വയം അനുഭവിക്കുകയാണ്. ഇതിലും വലിയ ശിക്ഷ അദ്ദേഹത്തിന് എന്താണ് ഇനി കിട്ടാനുള്ളത്? മോൻ്റെ മനസ്സ് വളരെ വലുതാണ്. നന്നായി വരും. പറഞ്ഞു നിൽക്കാൻ നേരമില്ല, ഞങ്ങൾ ഇറങ്ങുന്നു. വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂർ എത്തേണ്ടതുണ്ട്. ശരി കുഞ്ഞെ, പോയി വരൂ. രാവുണ്ണി നായർ നിറഞ്ഞ മിഴികളോടുകൂടി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. സാവിത്രിക്കുട്ടി, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ശരി തമ്പുരാനെ. അവരവിടെ നിന്ന് നടന്നകന്നു. വൈകുന്നേരത്തോടുകൂടി അവർ തിരികെ ബാംഗ്ലൂരെത്തി. റൂമിൻ്റെ പുറത്ത് കണ്ട കാഴ്ച വിഷ്ണു ഞെട്ടി. റൂമിന് പുറത്ത് ഫൈസൽ ചെവിയിൽ വാക്മാൻ വെച്ച് പാട്ട് കേൾക്കുന്നു. വിഷ്ണു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. പുറകിൽ ആരുമില്ലായിരുന്നു. അപ്പോൾ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരായിരിക്കും? അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ചെറിയ കഥയായിരുന്നല്ലേ. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.